നമുക്കൊരു വേദഭാഗം വായിച്ചിരിക്കാം. തിരുവചനത്തിനായി വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യം. എഴുന്നേറ്റ് നിൽക്കുക. വചനം വായിക്കും. എഴുന്നേറ്റ് നിൽക്കണം. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. പ്രാർത്ഥിക്കാം. കാരണമുള്ള കർത്താവേ, ബൈബിൾ മുഴുവനായും പരിശോധനയ്ക്കായി തന്നിരിക്കുന്നു. ചോയ്സ് ആകുന്ന ആദ്യം മുതൽ നന്മയും തിന്മയും ജീവനും മരണവും ശാപവും അനുഗ്രഹവും കർത്താവെ അങ്ങ് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കുമെന്ന് പറയുന്നു കർത്താവെ. ഉൽപ്പത്തി മുതൽ അങ്ങ് ചോയ്സ് നൽകി. പിശാചിനെയും ദൈവവചനത്തെയും വെച്ചു, അതായത് ജീവവൃക്ഷവും വെച്ചു, നന്മ തിന്മകളുടെ വൃക്ഷവും വെച്ചു. ചോയ്സ് മനുഷ്യന് കൊടുത്തിരിക്കുന്നു. ഇന്നുവരെയും അത് കർത്താവിന്റെ രീതികൾ, എബ്രായ 13:8 പറയുന്ന കർത്താവിന്റെ രീതികൾക്ക് മാറ്റമില്ല. ഇന്നലെ ഇന്നും എന്നേക്കും കർത്താവിന്റെ രീതികൾ ഒന്നുപോലെയാണ്. ഇന്നും ജയിക്കുന്നവൻ കർത്താവെ വെള്ളയുടുപ്പ് ധരിക്കും. വെള്ളയുടുപ്പ് നീതിയുടെ വസ്ത്രമാകുന്നു. അത് 1-ാമത്തെ ഭാഗം മാത്രമേ ആകുന്നുള്ളൂ. കരുണയുള്ള കർത്താവെ, പലപ്പോഴും നാം തെറ്റിപ്പോകുന്നു കർത്താവെ. ഈ ലോകത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് ആയി പോകുന്ന കർത്താവെ, വെള്ളയുടുപ്പ് ലഭിക്കണമെങ്കിൽ പോലും ജയിക്കണം. നമ്മുടെ സാഹചര്യം, ഓർമ്മ, ബുദ്ധി, സ്വഭാവങ്ങൾ, ഇന്ദ്രിയങ്ങൾ, ഇവയ്ക്കെല്ലാം പലപ്പോഴും അടിമപ്പെട്ടു പോകുന്നു. കരുണയുള്ള കർത്താവെ, അങ്ങയുടെ ആത്മാവില്ലാതെ ഒരു വ്യക്തിക്കും ജയിക്കാൻ കഴിയുകയില്ല. നമ്മൾ കാലഗതിക്ക് അനുസരിച്ച് അങ്ങ് നമ്മെ വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ സഭകളിലായിരുന്നു, മണവാട്ടിയാണെന്ന് വിചാരിച്ചിരുന്നു, ദൈവവചനം അറിയാമായിരുന്നു, എന്നാൽ വചനത്തിനുള്ളിലെ വെളിപ്പാട് അറിയില്ലായിരുന്നു. വെളിപ്പാടിലാണ് ദൈവം തന്റെ സഭയെ കെട്ടുന്നത്. ആ വെളിപ്പാട് ലഭിച്ച് അതിന്റെ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നവനാകുന്നു ജയിക്കുന്നവൻ. കരുണയുള്ള കർത്താവെ, ഇന്ന് തിരുവചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് അങ്ങയുടെ മണവാട്ടി എങ്ങനെ ഒരുങ്ങണമോ എന്ന് അങ്ങ് ആഗ്രഹിക്കുന്നുവോ അതുകൊണ്ട് നമ്മെ അവിടുന്ന് ഗ്രഹിപ്പിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾക്കണം കർത്താവ്. ഇന്ന് പ്രസംഗം കേൾക്കാൻ വന്നതല്ല, ദൈവശബ്ദം. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുമെന്ന, അവർ അന്യനെ വിട്ട് ഓടിപ്പോകുമെന്ന. അന്യന്മാർ ബുദ്ധിയിൽ പഠിപ്പിക്കുന്നത് ലോകം, സഭകൾ, ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായി നിന്നിട്ടും അവർക്ക് ശരിയാണെന്ന് മനസ്സിലാക്കി കൊടുക്കുവാൻ തക്കവണ്ണം സകല സത്യത്തിലും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവ് അവർക്കില്ല, നമുക്കും പണ്ടില്ലായിരുന്നു എന്നും ഇപ്പോൾ ലഭിച്ചപ്പോൾ നമുക്കത് മനസ്സിലാകുന്നു. കരുണയുള്ള കർത്താവെ, നമ്മെ വിളിച്ച് വേർതിരിച്ചതിനായി നന്ദി. ഇന്ന് ഞങ്ങൾ സംസാരിക്കണം കർത്താവെ. ദൈവശബ്ദത്തിനായി നാം കാതോർക്കുമ്പോൾ ആത്മാവിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ നൃത്തം ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ, കർത്താവിന് സ്തോത്രവും സ്തുതിയും കൊടുത്തുകൊണ്ട് ദൈവിക വെളിപ്പാടിന്മേൽ ജീവിക്കുന്ന ഒരു മണവാട്ടിയാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും അങ്ങയുടെ നാമം മഹത്വത്തിനായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇരിക്കാം എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാൻ നിന്നതല്ല. ഒരു ആദ്യത്തെ വചനവും അത് തന്നെയായിരുന്നു, ജയിക്കുന്നവന് വെള്ളയുടുപ്പ് കൊടുക്കും എന്ന. ബൈബിൾ നമ്മൾ ബേസിക് തത്വം, കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഈ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വീണ്ടും ആവർത്തിച്ച് കേട്ടവർക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാകും. നമ്മൾ പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറഞ്ഞത്. കാരണം നമ്മൾ ഈ സഭയിലിരിക്കുന്ന ഇത്രയും പേർക്ക് മാത്രമല്ല, ഞങ്ങൾ പബ്ലിക് ലൈവായിട്ട് കൊടുക്കുകയാണ്. 1100 പേര് കണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മെസ്സേജ് 1100 പേർ കണ്ടു. ഒരു വ്യക്തിയാണ് വിളിച്ചിരിക്കുന്നത്. സാധാരണ 1,00,000-1 അല്ലേ? മോശയുടെ പിന്നാലെ ഏകദേശം 30 ലക്ഷത്തിലധികം ജനം ഉണ്ടായിരുന്നു. 3 പേരാണ് എടുക്കപ്പെട്ടത്. നോഹയുടെ കാലത്തും മോശയുടെ കാലത്തും ഓരോ ന്യായാധിപന്മാരുടെയും പ്രവാചകന്മാരുടെയും അല്ലെങ്കിൽ യേശുവിന്റെ കാലത്തും ലക്ഷക്കണക്കിന് ജനങ്ങളുണ്ട്. വിശ്വാസികൾ തന്നെയാണ്, മക്കൾ തന്നെയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ദൈവം കണക്കിടുന്ന വ്യക്തികൾ വളരെ ചുരുക്കമായിരിക്കും. അപ്പോൾ ഞാൻ അവർക്കൂടെ വേണ്ടിയിട്ട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ആ പ്രാർത്ഥനയിലുള്ള കാര്യം തന്നെ ഞാൻ ആദ്യം പറയുകയാണ്. നമ്മളും ബേസിക് അറിയണം. ബൈബിളിന്റെ ബേസിക് തത്വം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു. എന്താണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്? കാലത്തിന്റെ വെളിപ്പാടും കാലത്തിന്റെ ദൈവിക വചനവും കാലത്തിന്റെ ദൈവിക വെളിപ്പാടും. ഇത് തിരിച്ചറിയുന്നവനാണ് ഓരോ കാലത്തിലും ക്രിസ്തുവിന്റെ മണവാട്ടി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ ജസ്റ്റ് സൂചന അറിയാണ്.
യേശു വന്നപ്പോ മോശം പറഞ്ഞത് മതി, നോഹ പറഞ്ഞത് മതി, പ്രവാചകൻ പറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ ജീവൻ ഉണ്ടാവുകയില്ല. ഇനി യഹോവ പറഞ്ഞത് മതി എന്ന് പറഞ്ഞാലും ജീവൻ ഉണ്ടാവില്ല. എന്താ? ഈ ശരീരത്തിൽ ഇരുന്ന് സംസാരിക്കുന്നത് യഹോവയാണെന്ന് അറിയാത്തത് കൊണ്ടാണ് യഹോവ പറഞ്ഞത് പഴയത് മതി എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ രക്ഷിക്കപ്പെട്ടിട്ടില്ല. രണ്ടുപേരത് കാണുന്നു. അപ്പൊ അതാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. അപ്പൊ ഈ പ്രാവശ്യവും തുടക്കത്തിൽ ഇപ്പൊ പ്രാർത്ഥന തന്നെ കർത്താവ് സൂചിപ്പിച്ച ആ കാര്യം പറയാണ്. ബൈബിളിലെ ഒരു ബേസിക് തത്വമാണ് ജയിക്കണം എന്നത്. ദൈവം നമ്മെ വെച്ചിരിക്കുന്നത് ജയിക്കുവാനാണ്. തോൽപ്പിക്കുന്നവനെ അല്ലെങ്കിൽ പിന്നിലോട്ട് അടുപ്പിക്കുന്നവനെ ആദ്യം ഭൂമിയിലേക്ക് അയച്ച ശേഷമാണ് ജയിക്കേണ്ടതായ ആദാമിനെ ഹൗവയെ ദൈവം കൊണ്ടുവന്നത്. ലൂസിഫറാണ്. അവൻ സ്വർഗത്ത് വെട്ടി വീഴ്ത്തപ്പെട്ടു. അവൻ ഭൂമിയിൽ വന്നു. അവനിവിടെ ഊടാടി നടക്കുകയായിരുന്നു. അവന്റെ തന്നെ ആയിരുന്നു. അവിടെ നിന്നാണ് അവനെ ഒരു ഭാഗത്തേക്ക് മാറ്റിയിട്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചാക്കിയത്. അപ്പോൾ തെറ്റിക്കുന്നവൻ അല്ലെങ്കിൽ പരിശോധകൻ, പരീക്ഷകൻ അല്ലെങ്കിൽ നമ്മളെ വീഴിക്കുന്നവൻ എപ്പോഴും മുന്നേ ഉണ്ട് എന്നത് നമ്മൾ മുൻ കണ്ടുകൊണ്ട് വേണം ജീവിക്കാൻ. അപ്പൊ ബൈബിളിലെ ബേസിക് തത്വമാണിത്. ആദ്യത്തെ കഴിഞ്ഞായിരുന്നു, ഓരോ കാലത്തിനും ഓരോ വചനമുണ്ട്, ഓരോ കാലത്തിനും ഓരോ വെളിപ്പാടുണ്ട്. ഇന്ന് അപ്പോസ്തല പ്രവൃത്തി മുതൽ കേൾക്കണമെന്ന് യേശുവിന്റെ ഇഷ്ടം. ഭൂമി മുഴുവനും 99% സഭകളും പറയുന്നു പത്രോസ് പറഞ്ഞ സ്നാനം നമുക്ക് വേണ്ട, യേശു പറഞ്ഞത് മതി. അവർ പഴയ കാലത്തിലേക്ക് പോയിരിക്കുന്നു. 2000 വർഷം പുറകിലേക്ക് പോയി മരിച്ചിരിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി വിശ്വസിക്കുമോ പെന്തക്കോസ്ത് മുതൽ കത്തോലിക്ക വരെ മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ? ഇല്ല. നമ്മൾ മരിച്ചവരാണ്, അറിയാമല്ലോ. നമ്മൾ പാപസംബന്ധമായി മരിച്ചിട്ട് നീതിക്കായി ക്രിസ്തയേശു ദൈവത്തിനായി ജീവിക്കുന്നത് പോലെ നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നു. ആ മരണമാണ് സ്നാന സമയത്ത് മരിച്ചത്. കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ മരിച്ചു, ആ നാമത്തിൽ തന്നെ കുഴിച്ചിട്ടു, അതായത് സ്നാനപ്പെട്ടു, ആ നാമത്തിൽ തന്നെ നമ്മളിവിടെ ആയിരിക്കുന്നു. അപ്പോ ഇന്ന് നമ്മൾ ജയിക്കണം എന്നത് ദൈവത്തിന്റെ, ഓരോ കാലത്തും ജയിക്കണം എന്നത് ദൈവത്തിന്റെ തത്വമാണ്. ജയിക്കണമെങ്കിൽ ബൈബിൾ പറയുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് നമ്മൾ ആരും പറയാതിരിക്കില്ല. എന്നിട്ട് ഒരു പരീക്ഷ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ അത് പരീക്ഷയായി പരിഗണിക്ക പോലുമില്ല. ഞാൻ അതിന് കീഴ്പ്പെട്ടിട്ട്, ഞാൻ അതിന് വിധേയപ്പെട്ട് അതിനോടൊപ്പം നിന്നിട്ട് ഞാൻ പരീക്ഷയിൽ തോറ്റുപോയ വ്യക്തിയാണെന്നൊരു ബോധം എനിക്ക് ലഭിക്കില്ല. ഇതാണ് പിശാചിന്റെ തന്ത്രം. അവൻ ആദ്യം നമ്മുടെ ബോധ മനസ്സിനെ അല്ലെങ്കിൽ പരിജ്ഞാനത്തെ മന്ദമാക്കും. ജ്ഞാനത്തെ അല്ല, ജ്ഞാനത്തെ മന്ദമാക്കണം. ആത്മീക കാര്യങ്ങൾക്ക് ജ്ഞാനത്തെ മന്ദമാക്കിയിട്ട് പരിജ്ഞാനത്തിൽ ഗ്രഹിക്കണം. അപ്പൊ പിശാചിനെ അറിയാം, വചനം പറയുന്നു പരിജ്ഞാനമില്ലായകയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അപ്പൊ പരിജ്ഞാനം ലഭിക്കാതിരിക്കാൻ പിശാച് നമ്മുടെ ബോധ മനസ്സിനെ മന്ദമാക്കിയിട്ട് പരീക്ഷകൻ വന്നിട്ട് മുമ്പേ നിന്ന് എതിർത്ത് ആ കാലത്തിന്റെ വെളിപ്പാടിന് വിരുദ്ധമായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് നിന്നിട്ട് നമ്മൾ തന്നെ പറയും പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അതായത് ജയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതാണ് നമ്മൾ വായിച്ചത്. ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പും ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ക്കുകയുമില്ല. അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ രീതി ആദ്യം എടുക്കാം. ലോകത്തിന്റെ രീതി അങ്ങനെ തന്നെയാണ്. ഒരു ബ്രാക്കറ്റിനുള്ളിൽ 3 ആൻസർ തന്നിട്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്ന് പറയുമ്പോൾ ശരിയും തെറ്റും തന്നിരിക്കുന്നു. തെറ്റ് എഴുതി വെച്ചിട്ട് ആ തെറ്റുത്തരം അവിടെ തന്നത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ എഴുതിയത് എന്ന് പറയുകയല്ല വേണ്ടത്. ഇത് തന്നെ ദൈവത്തിന്റെ രീതി. ഏദൻ തോട്ടത്തിൽ പിശാചിനെയാണ് ആദ്യം കൊണ്ടുവന്നത്, തെറ്റിക്കുന്നവനെ. എന്നിട്ട് ദൈവത്തിന്റെ വചനം വെച്ചു. പിശാച് അവിടെ കർത്താവ് കൊണ്ട് ആക്കിയത് കൊണ്ടല്ലേ എന്നെ തെറ്റിച്ചത്? അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ, എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, എന്റെ അവസ്ഥകൾ, രോഗം അല്ലെങ്കിൽ പ്രായം അല്ലെങ്കിൽ ദൂരം, സാമ്പത്തികം, ഇതെല്ലാം കൊണ്ടല്ലേ ഞാൻ വചനത്തോട് പൂർണ്ണമായി വിശ്വസ്തയോടെ ചേർന്ന് നിൽക്കാൻ കഴിയാത്തത്, സഭയിൽ വരാൻ കഴിയാത്തത്, വചനപ്രകാരം ജീവിക്കാൻ കഴിയാത്തത് എന്ന് പറഞ്ഞ ഒരു എക്സ്ക്യൂസും ദൈവത്തിന്റെ മുമ്പിൽ പോകാൻ കഴിയില്ല. ഇവയിൽ അധികമായി നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. എന്നെക്കാൾ അധികം എന്തിനെ പ്രീതിപ്പെട്ടാലും ദൈവത്തിന് കൊള്ളാവുന്നവനല്ല. അപ്പോൾ നമുക്ക് മണ്ണിൽ നിന്ന് ഉളവാക്കിയ ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യന് ജഡീക കാര്യങ്ങൾക്കാണ് താല്പര്യം കൂടുതൽ. അതിനിടയിലാണ് ദൈവത്തിന്റെ വചനം വെളിപ്പാട് വെച്ചിരിക്കുന്നത്. എപ്പോഴും ആകർഷിക്കപ്പെടുന്നത് ജഡീക കാര്യങ്ങളിലാണ്. അപ്പൊ ഏദൻ തോട്ടത്തിലെ ചോയ്സ് കൊടുത്തതുപോലെ ഇന്നും നമുക്ക് ചോയ്സ് തന്നിരിക്കുകയാണ്. നമ്മൾ മുമ്പോട്ട് പഠിപ്പിച്ചിട്ടുള്ള, ഞാനിപ്പോ പഠിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ഞായറാഴ്ചത്തെ മെസ്സേജ് 1100 വരെ കേട്ടിരിക്കുന്നു. ഒരു വ്യക്തി വിളിച്ചു മതി.
ആ വ്യക്തിക്ക് മനസ്സിലായി വിശ്വാസ സ്നാനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് മതി, സ്വർഗം സന്തോഷിക്കും, എല്ലാ ആത്മാക്കളും എഴുന്നേറ്റ് സന്തോഷിക്കും. അപ്പൊ അവർക്ക് കൂടെ നമ്മളിപ്പോ പബ്ലിക്കിന് കൊടുക്കുന്നുണ്ട്, നമുക്ക് ഈ വക കാര്യങ്ങൾ അറിയാം, അവർക്ക് കൂടെ വേണ്ടി സംസാരിക്കുകയാണ്. ഓക്കെ, അപ്പം ജയിക്കണമെങ്കിൽ ദൈവം തന്നെ തെറ്റെന്ന് തോന്നുന്നത്, തെറ്റെന്ന് പറയാൻ പറ്റില്ല, തെറ്റെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതുപോലെ ഇന്ന് എടുക്കുന്ന മെസ്സേജ് അത് അവിടെ എത്തുമെന്ന് അറിയില്ല. ഞാൻ പബ്ലിക്കിന് പറയാത്ത ചില കാര്യങ്ങളുണ്ട്, നമ്മൾ ചർച്ച് ഗ്രൂപ്പിൽ പറയാം. അത് ആടുകൾക്കുള്ള ആഹാരം ലോകത്തിന് ദഹിക്കില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ സംസാരിച്ച മെസ്സേജ് ഒരുവൻ കേട്ടിട്ട് പറയണത്, എന്തൊക്കെയായി മണ്ടത്തരം പറയുന്നത്, നിങ്ങൾ പോയി പഠിച്ചിട്ട് ഒന്ന് പറയൂ എന്ന്. ജീവപുസ്തകം എടുത്തതാണ്. അവർക്കത് ഗ്രഹിക്കുന്നതല്ല. എന്താ വിഷയം? നിങ്ങൾ എനിക്ക് ഉടുപ്പാൻ തന്നില്ല, ഞാൻ വിവസ്ത്രനായിരുന്നു, ഭക്ഷിപ്പാൻ തന്നില്ല, ഈ വക കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് പറയുന്ന ലോകക്കാരെ പോലെ പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുക. യേശു വന്നത് ഐഹിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ആത്മീക കാര്യമാണ്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നില്ലെന്ന് വെച്ചാൽ ആത്മാവിൽ ഒരു വചനം മറ്റൊരു വചനത്തെ ഖണ്ഡിക്കില്ല. ആത്മാവിൽ ദരിദ്രനായവൻ ഭാഗ്യവാൻ. അത് ആത്മീക കാര്യങ്ങൾക്ക്, ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ. അതാണ് എനിക്ക് വിശന്നോ, നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല. അത് അവർക്ക് മനസ്സിലാവുന്ന ഭാഷയല്ല. ഞാൻ നഗ്നരായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. നമ്മളെല്ലാം നഗ്നരായിരുന്നു സംഘടനാ സഭയിൽ, നമുക്കറിയില്ലായിരുന്നു. നമ്മൾ വചനം ശരിയാണെന്ന് പറഞ്ഞിരുന്നു, പക്ഷെ വാസ്തവമായി നമുക്ക് നീതിയുടെ വസ്ത്രം പോലും ലഭിച്ചിട്ടില്ലായിരുന്നു. ശരിയായ വചനം നമ്മുടെ അടുക്കിലേക്ക് വന്ന ദൈവം അയച്ച വ്യക്തിയിലൂടെ നീതിയുടെ വസ്ത്രം ലഭിച്ചപ്പോൾ നഗ്നനായിരുന്നു നമ്മെ ഉടുപ്പിച്ചു. മഹത്വം ആർക്കാ? ദൈവത്തിന്. പക്ഷെ ആ വ്യക്തിക്ക് അനുഗ്രഹം. നമ്മെ സുവിശേഷം അറിയിച്ച വ്യക്തി എത്രത്തോളം അനുഗ്രഹിക്കപ്പെടുന്നു ആലോചിച്ച് നോക്ക്. ഞാൻ വസ്ത്രമില്ലാത്തവനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയിലൂടെ ദൈവത്തിന്റെ സന്ദേശം നമ്മുടെ അടുക്കിലേക്ക് വന്നു. അതാ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മളും ഇന്ന് മറ്റൊരു വ്യക്തിയോട് സുവിശേഷം അറിയിച്ച് ആരെങ്കിലും വിശ്വാസത്തിൽ വന്നാൽ നമ്മളും അനുഗ്രഹിക്കപ്പെടുക തന്നെ ചെയ്യും. കഴിഞ്ഞ ബുധനാഴ്ചത്തെ മെസ്സേജ് കണ്ട, ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുമ്പോൾ ആദ്യം നമുക്ക് അനുഗ്രഹം ലഭിക്കുകയും പിന്നെ അടുത്തതോ അങ്ങനെ ലഭിക്കുന്ന നാം ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയെന്ന ഒന്ന് ആലോചിച്ച് നോക്കും. അതുകൊണ്ടാണ് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ പറഞ്ഞത്, ജീവപുസ്തകത്തിന് പേരെഴുതി കളഞ്ഞത് ആരൊക്കെ? ക്രിസ്തുവിനെതിരായിട്ടും ക്രിസ്തുവിനുള്ളവർക്കെതിരായും നിന്നവരുടെ പേരുകൾ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ക്രിസ്തുവിനുള്ളവർക്കെതിരെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനുള്ളവൻ അനുഗ്രഹം പ്രാപിച്ചവൻ, പ്രത്യേകിച്ച് വാഗ്ദത്തം പ്രാപിച്ചവൻ, പരിശുദ്ധാത്മ പ്രാപിച്ചവൻ, അവനെതിരെ നിന്ന് കഴിഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേര് മായ്ക്കുമെന്നാണ്. ദൈവത്തിന്റെ നമ്മളുടെ സ്നേഹം മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ നമ്മൾ വ്യക്തമായിട്ട് ലോകത്തിനും കൂടെ വേണ്ടിയിട്ട് പറയുകയാണ്, ബൈബിൾ മുഴുവനും പരിശോധിക്കാനുള്ളതാണ്, പരീക്ഷിക്കപ്പെടാനുള്ളതാണ്. ആ തരത്തിൽ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. പിശാചിനെ കൊണ്ടുവന്നത് തോൽപ്പിക്കാൻ തന്നെയാണ്. ആരെ തോൽപ്പിക്കാൻ? ആരെ പരിശോധിക്കാൻ? ദൈവമക്കളെ. ലോകത്ത് ഓൾറെഡി അവരുടെ കയ്യിലാണ്. നമ്മളോട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട നമ്മളോട് ഈ ക്രിസ്ത്യാനികൾക്കെല്ലാം വെറുപ്പുണ്ടാകാൻ കാരണം എന്താണ്? അവരുടെ ഉള്ളിലെ ആത്മാവ് അവരല്ല. അതാ യേശു പറഞ്ഞത്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കൂലെന്ന്. അവരുടെ പരിജ്ഞാനത്തിന്റെ പരിജ്ഞാനം മന്ദമാക്കിയിരിക്കുകയാണ്, തിരിച്ചറിയുന്നില്ല. നമ്മുടെ ഉള്ളിലെ ആത്മാവും അവരുടെ ഉള്ളിലെ ആത്മാവും തമ്മിലാണ് തിരിച്ചറിയുന്നത്. അപ്പൊ ഉൽപ്പത്തി മുതൽ ദൈവം പരിശോധിക്കാൻ തന്നിട്ട്, അല്ലെങ്കിൽ തോൽവിക്കും ജയത്തിനുമുള്ള കാര്യം പറഞ്ഞിട്ട് ചോയ്സ് മനുഷ്യന് കൊടുത്തിരിക്കുന്നു. അത് ഇന്നു വരെയും അങ്ങനെ തന്നെ. 99% ജനവും തോൽക്കുന്നവരായിരിക്കും. നമ്മൾ സംഘടനാ സഭയിൽ ഇരുന്നപ്പോൾ തോറ്റുപോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുമോ? ഇല്ല. കാര്യം എന്താ? അവിടെ വലിയ ഭക്തനായിരുന്നു. പക്ഷെ ശരിയായ വെളിപ്പാട് വന്നപ്പോൾ മനസ്സിലായി അവർ തോറ്റുപോയവരാ. അതിനിടയിൽ നിന്ന് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിച്ചു, ബാക്കി എക്യൂമെനിക്കൽ കൗൺസിൽ കളകളെ കൂട്ടിക്കെട്ടി കഴിഞ്ഞു. അപ്പോ മത്തായി 28:19 പറഞ്ഞത്, നാമം പറയാതെ പറഞ്ഞത്, അത് അങ്ങനെ തന്നെ ഉപയോഗിച്ചാൽ മരണമാണ്, തോൽവിയാണ്. അവിടെ നാമം പറഞ്ഞിട്ടില്ല, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമം എന്ന് പറഞ്ഞിട്ട് ആ നാമം പറഞ്ഞത് പിന്നത്തേതിലാണ്, ഇതാണ് ജീവൻ. അപ്പൊ ചാൻസ് കൊടുക്കുകയാണ്. ബൈബിളിൽ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് ലഭിക്കുന്നവനാണ് ജയിച്ചവൻ, ഇത് തോറ്റവനാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ കാലത്തിലും ദൈവത്തിന്റെ വെളിപ്പാടുണ്ട്. യേശു വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത് യേശുവിനെ കേൾക്കണമായിരുന്നു, അവർ മോശ മതി എന്ന് പറഞ്ഞു. ഇന്ന് യേശുവിന്റെ ഇഷ്ടം അപ്പോസ്തലനെ കേൾക്കണമെന്ന്. ജനം എന്ന് പറയുന്നു, ഞങ്ങൾക്ക് യേശു പറഞ്ഞത് മതി, മരണം. കാര്യം എന്താ? യേശു ദൈവമാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടി പാപപരിഹാര മാർഗം ഒരുക്കുകയാണ്. ഏറ്റവും വിലപ്പെട്ടത്
ഭൂമിയിൽ ഏകദേശം മനുഷ്യർക്കും ദൈവത്തെക്കാൾ അധികം യേശുവിനെ തന്നെയാണ് വില. കാര്യം എന്താ? യേശു എന്റെ മണവാളനാണ്, എന്റെ പാപവിമോചകനാണ്, രക്ഷിതാവാണ്, വീണ്ടെടുപ്പുകാരനാണ്, വിടുതൽക്കാരനാണ്. ഇതെല്ലാം അവകാശപ്പെട്ടത് ഒരുവനാണ്, ദൈവമാണ് അവകാശപ്പെട്ടത്. ആ ദൈവമാണ് ശരീരത്തിൽ വന്നതെന്ന് അറിയാതിരിക്കുന്നിടത്തോളം യേശുവിന് എന്ത് പ്രാധാന്യം കൊടുത്താലും ദൈവം കണക്കിട്ടില്ല. കാര്യം എന്താ? ഈ നീതിയുടെ വസ്ത്രം കിട്ടിയിട്ടില്ല. നീതിയുടെ വസ്ത്രം എങ്ങനെ കിട്ടുന്നത്? വിശ്വാസത്താൽ. എന്താണ് വിശ്വാസം എന്ന് പറയുന്നത്? കാണാൻ കഴിയാത്തതിനെ കാണുന്നവനാണ് വിശ്വാസി. അപ്പൊ നമ്മൾ കണ്ട ശരീരത്തിന്റെ ഉള്ളിൽ ഇരുന്നത് യഹോവയായ ദൈവം തന്നെ എന്ന് കാണുന്നവനാണ് വിശ്വാസി. അപ്പോൾ ഇന്ന് പത്രോസിന്റെ ശരീരം നോക്കിയിട്ട് യേശു പറഞ്ഞത് മതി എന്ന് പറയുന്ന ആരും വിശ്വാസിയല്ല. കാര്യം പത്രോസിന്റെ ഉള്ളിലിരുന്നത് ഇതേ കർത്താവ് തന്നെയാണെന്ന് കാണുന്നവനാണ് വിശ്വാസി. ഓക്കെ, അപ്പൊ ഇതാണ് പറയാനുള്ളത്. ഇന്നും പരീക്ഷയുണ്ട്, പരിശോധനയുണ്ട്, ശരിയും തെറ്റും നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു വാക്യം ഞാൻ ആദ്യമായിട്ട് നല്ലത് കാണുന്നത് സദൃശ്യവാക്യം 14:6 പിശാചിനെ ഉണ്ടാക്കിയതും ദൈവം തന്നെ, അവനെ വെച്ചിരിക്കുന്നതും ദൈവം തന്നെ. ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതിന്റെ ഒരു മർമ്മമാണ് ഇന്ന് എത്തില്ല. അത് ഞാൻ വായിക്കുമ്പോഴത്തേക്ക് ലൈവ് കൊടുക്കില്ല. നമുക്ക് ചർച്ച് ഗ്രൂപ്പിൽ ഞാൻ അത് പറയാം. നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ അത് പറഞ്ഞിരിക്കും. അത് പബ്ലിക്കിന് കൊടുക്കാൻ പറ്റില്ല, മനസ്സിലാകില്ല. അങ്ങനെയല്ല അത് പറഞ്ഞിരിക്കുന്നത്. കാര്യം പ്രത്യേകിച്ച് മന്നം അണവാട്ടിക്കുള്ളതാണ്. ആടുകൾക്കുള്ള ആഹാരം പുറത്ത് കൊടുക്കാൻ പാടില്ല. പക്ഷെ നമ്മൾ പബ്ലിക്കിനെ കൊടുക്കുന്നത് ആരെങ്കിലും കേട്ട് വിശ്വസിച്ച് വരട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പൊ ഇന്നും ദൈവം അങ്ങനെ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മോട് പറയുന്നതിലും ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എവിടെയുള്ളത്? നമ്മുടെ ബുദ്ധിയാണ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നത്. ബുദ്ധി മാറ്റിയിട്ട് കൃപയിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിനെ ആശ്രയിക്കുക, വിജയം വരിക്കുക തന്നെ ചെയ്യും. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തത് എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷിപ്പാൻ തന്നില്ല, ദാഹിച്ചു നിങ്ങൾ കുടിപ്പാൻ തന്നില്ല, അതിഥിയായിരുന്നു നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടില്ല, നഗ്നനായിരുന്നു നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല, രോഗിയും തടവിലുമായിരുന്നു നിങ്ങൾ എന്നെ കാണുവാൻ വന്നില്ല. ഈ വചനം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എടുത്തതാണ്. ഇനി നോക്കുക. അടുത്ത കർത്താവ് പറഞ്ഞത് ഏറ്റവും ചെറിയ ഈ ഒരുത്തന് ചെയ്തതൊക്കെയും. ഈ ചെറിയ എന്ന വാക്കെന്ന് പറയുമ്പോൾ സാമ്പത്തികമായി പിന്നൊക്കെ നിൽക്കുന്നവൻ എന്നുള്ളതല്ല, എളിമയുള്ളവനും താഴ്മയുള്ളവനും ദൈവനാമ നിമിത്തം തന്നെ ക്രിസ്തുവിന് വിറ്റവനുമാണ് ചെറിയവൻ. ഇവിടെ ഈ ചെറിയവനാണ് സ്വർഗരാജ്യത്തിൽ വലിയവൻ. സ്വർഗരാജ്യത്തിൽ വലിയവനായിരുന്നവൻ ഇവിടെ വന്ന് ചെറിയവനായി. ആരെക്കാൾ ചെറിയവനായി? ഭൂമിയിലെ സകലതിനേക്കാളും ചെറിയവനായി കർത്താവായ യേശു ക്രിസ്തു. ഒരു പാവി പോലും വന്ന് മുഖത്തടിച്ചിട്ടും തുപ്പിയിട്ടും യേശു ഒന്നും പറയാൻ പോയില്ല. അവനെ ഓർത്ത് പ്രാർത്ഥിച്ച ഒരു മാതൃക നമുക്കുണ്ട്. നമുക്കോ? വിശ്വാസികൾ തങ്ങൾ തന്നെയും പരിപ്പവും പിണക്കവും തമ്മിൽ മിണ്ടില്ല, സ്നേഹചുംബനം കൊടുക്കില്ല, സ്വർഗത്തും പോകണം. ഇതെല്ലാം ഒരുമിച്ച് അവിടെ പോകാനുള്ളവരാ. ഇവിടെ തന്നെ ഭിന്നതയാണ്. പിന്നെ എങ്ങനെ അവിടെ പോകും? കർത്താവേ സ്തോത്രം. അപ്പോ ഈ ഏറ്റവും അങ്ങനെയാണ് പറഞ്ഞത്, ഈ ഏറ്റവും ചെറിയ ഒരുത്തന് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ചെറിയവരും നമ്മൾ വിശ്വസിക്കുന്നു. ഇതിന് ഉള്ളിൽ തന്നെ ദൈവനാമം നിമിത്തം ഏറ്റവും ചെറിയ ആരോ ഉണ്ട്. അത് ആരാ? എങ്ങനെ? എളിമ, താഴ്മ, വിനയം, ദൈവഭയം. ദൈവഭയം എന്ന് വെച്ചാൽ ദൈവ സ്നേഹത്താൽ. അങ്ങനെ ഉള്ള വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യം, സുവിശേഷം തന്നെ, ഈ ഏറ്റവും ചെറിയ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എനിക്കാകുന്നു ചെയ്തത്. അപ്പൊ ഈ ഏറ്റവും എളിമ ഉള്ളവൻ സ്വർഗത്ത് വലിയവൻ. ഓക്കെ, ഇനി അടുത്ത ഒരു ഭാഗം പഠിപ്പിക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് കാര്യം പഠിപ്പിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്. 5ാമത്തെ മുദ്രയുടെ കീഴിൽ സിംഹാസനത്തിന്റെ വെളിപ്പാട് പുസ്തകത്തിലായിരുന്നു. അവിടെ നിലവിളിക്കുന്നവരെ കുറിച്ച് നമ്മൾ കണ്ടു. പ്രതികാരം എങ്ങനെ കൊടുക്കാതിരിക്കും? അത് യഹൂദനാണ്. അവിടെ പറഞ്ഞു നമ്മൾ ഈ പറഞ്ഞ ചെറിയവരാകണം, ഏറ്റവും എളിമയുള്ളവർ. നമ്മൾ പ്രതികാരത്തിന് ദാഹിക്കുന്നവരാകരുത്. പ്രത്യേകിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച വിശ്വാസികൾ തമ്മിൽ പോലും അല്പമെങ്കിലും കറുപ്പ് ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ എത്ര തന്നെ നിലവിളിച്ചാലും പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. കാര്യം എന്താ? വചനത്തിന് വിരുദ്ധമായതുകൊണ്ട് പാപിയാകുന്നു. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കില്ല. മാനസാന്തരപ്പെട്ടുകൊള്ളുക. ആരുടെ മുമ്പിലും താഴ്ന്നാലും വേണ്ടില്ല. കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് താഴ്മ ധരിക്കുക. ദൈവസന്നിധിയിൽ അപ്പോഴാണ് നമ്മൾ ഉയർച്ച പ്രാപിക്കുന്നത്. ആ നിമിഷം മുതൽ ആ വ്യക്തി നമ്മൾ പുച്ഛമായി കണ്ടാലും വേണ്ടില്ല, ദൈവനാമം നിമിത്തം എളിമ ധരിക്കുക. നോക്കുക, വെളിപ്പാട് പുസ്തകം 20ാമത്തെ അധ്യായത്തിൽ 11 മുതൽ 15 വാക്യം വായിക്കണം. ഞാൻ വലിയൊരു വെള്ള സിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു. അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 15 വരെ.
മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളും. നീതിമാന്മാരും നീതികെട്ടവരും ഈ ന്യായവിധിയിൽ വരും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ നീതിമാന്മാർ ക്രിസ്തുവിന്റെ മണവാട്ടി ആയിരിക്കുകയില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ എന്താണ്? മരിച്ചവർ ആബാലവൃദ്ധം എന്നാണ് പറഞ്ഞത്. വിശുദ്ധന്മാർ ഒരിക്കലും മരിച്ചവരല്ല. അവർ ഒരിക്കൽ മരിച്ചു, പാപസംബന്ധമായി മരിച്ചു. എപ്പോൾ? സ്നാനത്തിന് മുമ്പ് പാപസംബന്ധമായി മരിച്ചു, പാപത്തോടുകൂടി കുഴിച്ചിടപ്പെട്ടു, യേശു ക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റു. അവർക്ക് പിന്നെ മരണമില്ല. അവർ ഈ ലോകത്തുള്ള മരണം എന്ന് പറയുന്ന വേർപാട്, ഈ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും പിന്നെ ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിച്ചതുകൊണ്ട് മരിച്ചാലും ജീവിക്കും. അവിടെ പറയുന്ന മരണം ഈ ലോകത്തുള്ള വേർപാടാണ്. പക്ഷെ ഇവിടെ പറഞ്ഞ മരണം എന്താണ്? പരിശുദ്ധാത്മാവ് ലഭിക്കാത്തതും ഒന്നാമത്തെ ഗണത്തിൽ പോകാത്തവരുമായ ജനത്തെയാണ്. അവിടെ അതിൽ ആരുണ്ട്? നീതിമാന്മാരും ഉണ്ട്. നോഹ അവിടെ ഉണ്ട്. നോഹയെ കാണണോ? അതോ ഹാനോക്കിനെയും പത്രോസിനെയും യാക്കോബിനെയും കാണണോ? നോഹയെ കാണാൻ ആഗ്രഹിച്ചാൽ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവരാണ്. ഹാനോക്കാണ് വിശുദ്ധൻ. ആ കാലത്ത് എടുക്കപ്പെട്ടത് ഹാനോക്ക് വിശുദ്ധൻ, മരണം കൂടാതെ എടുക്കപ്പെട്ടു. നോഹ നീതിമാൻ, പ്രയാസേന ദൈവരാജ്യം പ്രാപിച്ചവനാണ്, അല്ലെ? 1 വർഷത്തോളം പെട്ടകത്തിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കാലഗതിക്ക് അനുസരിച്ച് അവിടെ ജീവിച്ച് മരിച്ചു പോയതാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 15 വരെ പറഞ്ഞത് ഒന്നാമത്തെ ഗണത്തിൽ പോകാത്ത ജനം. അവിടെ സിംഹാസനത്തിൽ ഒരുത്തനെയാണ് കണ്ടത്. പക്ഷെ അവിടെ ന്യായം വിധിക്കുന്നത് ആരാണ്? ലോകത്തെ മണവാട്ടിയാണ്. വിശുദ്ധന്മാർ, നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ആരാണ് ഈ ലോകം? അതറിയണം. ഈ ലോകം എന്ന് പറയുന്നതാണ് ഈ സഭകൾ. അറിയുന്നവനെയാണ് ന്യായം വിധിക്കുന്നത്, അറിയാത്തവനെ ന്യായം വിധിക്കാൻ പറ്റിയത് യേശു പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ കൊള്ളാമായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ അറിഞ്ഞുപോയി, അതുകൊണ്ട് പാപം വർദ്ധിച്ചു. അപ്പോ അതിനാണ് നമ്മൾ ഈ ട്രാക്ക് കൊണ്ടുപോകുന്നത്. ഇന്നും കൊണ്ടുപോവാണ്. ഇന്ന് വരാൻ പറ്റുമോ ബ്രദർ? ഒരു 10,000-15,000 ആൾക്കാർ ഇന്ന് ഒരു ചർച്ചിൽ ഒരിടത്ത് കൂടും. 400-ലധികം ചർച്ചിലുള്ള വിശ്വാസികളെല്ലാം ഒരിടത്തുനിന്ന് കൂടുന്നുണ്ട്. ഇന്നലെ വിളിച്ച് ചോദിച്ചു, ട്രാക്ക് കൊടുക്കാൻ പോകണം, പാറശാലയാണ്, 10,000-ലധികം ആൾക്കാരുണ്ടാവും. അവരുടെ ഇടയിൽ ഇത് ന്യായവിധിക്കാം. നമ്മൾ ഇന്ന് കൊണ്ട് കൊടുക്കുന്ന ഈ അവർ പള്ളിക്കാരെ AG ചർച്ചയാരാ? കേരളത്തിലാകാമെങ്കിലും തമിഴ്നാട്ടിലുള്ള 400ഓളം ചർച്ചിലെ വിശ്വാസികൾ നമ്മുടെ ഒത്തുകൂടെയാണ്. പീറ്റർ പാസ്റ്റർ ചർച്ചിൽ അവിടുന്ന് ട്രാക്ക് കൊടുക്കാൻ പോകണം. അപ്പൊ അവരെല്ലാം മരിച്ചവരാണ്, വീണ്ടും ജനനം പ്രാപിച്ചിട്ടില്ല. കാര്യം കർത്താവായ യേശുക്രിസ്തു നാമം തള്ളിയപ്പോൾ തന്നെ വചനം എന്താ പറയുന്നത്? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കായകയാൽ തന്നെ ന്യായവിധി വന്നു കഴിഞ്ഞു. ആ ന്യായവിധിയാണിത്. വെളിപ്പാട് പുസ്തകം 20:11 മുതൽ 15 വരെ പറഞ്ഞത് വെള്ള സിംഹാസനത്തിന്റെ ന്യായവിധി കർത്താവായ യേശുക്രിസ്തു നാമം നിഷേധിച്ചവരാ. അവര് നിഷേധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തിനും ഏതിനും ആ നാമം ഉപയോഗിക്കാൻ കൊലോസ്യർ 3:17 പറയുന്നു. അവരെ ഉപയോഗിക്കില്ല. നമ്മൾ പറയാറുണ്ട് വിവാഹത്തിന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കില്ല. ഇനി ശ്രദ്ധിച്ചോളുക, ഈ ക്രിസ്ത്യാനികളുടെ വിവാഹത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കും, ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവരുടെ വിവാഹം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല, സ്നാനം യേശുക്രിസ്തു നാമത്തിൽ ചെയ്യില്ല. അറ്റ്ലീസ്റ്റ് റോമർ 6 പറയുന്നത് യേശുക്രിസ്തുവിനോട് മരിച്ചവർ അവനോടുകൂടെ കുഴിച്ചിടപ്പെടണമെന്ന. അടക്ക ശുശ്രൂഷ പോലും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യാത്ത അത്രത്തോളം എതിർ ക്രിസ്തുക്കളാണ് ഈ സഭാവിശ്വാസികൾ എന്ന് പറയുന്ന ദൈവജനം എന്ന് പറയുന്നവർ. നമുക്കറിയില്ലായിരുന്നു, നമ്മൾ അവരുടെ കൂട്ടത്തിലായിരുന്നു. ഇവരെന്തിന് യേശുക്രിസ്തു നാമത്തെ ഇത്രയധികം നിഷേധിക്കണം? ആ നാമവുമായി പോകുന്ന നമ്മെ ഇത്രയധികം അവരെന്തിനാ തള്ളിക്കളയുന്നത്? അപ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്ന എതിർ ക്രിസ്തുവാണ്. അവരിനെ ആര് തന്നെ എന്ന് പറഞ്ഞാലും, എത്ര വലിയ ഭക്തൻ എന്ന് പറഞ്ഞാലും, ബൈബിൾ കോളേജിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാലും, ഇനി പോപ്പ് എന്ന് പറഞ്ഞാലും എതിർ ക്രിസ്തു തന്നെയാണ്. കാര്യം സ്വർഗത്തിന് താഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് നൽകിയ ഏക നാമം കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയാത്തവരാരും ഇല്ലല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് അവർ ആ നാമം നിഷേധിക്കുന്നു? അതുകൊണ്ടാണ് നമ്മൾ അവരിൽ നിന്ന് വേർപെട്ടിരിക്കാനുള്ളത്. അപ്പൊ ഇവിടെ വെള്ളസിംഹാസനം ന്യായവിധിക്ക് വരുന്നത് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് കൊടുക്കുന്നവരും അറിഞ്ഞിട്ട് തെറ്റിച്ചവരും അവരാണ്. പിന്നെ ഈ വെള്ളസിംഹാസന ന്യായവിധിയിൽ വരുന്നവര്
വിശുദ്ധന്മാർ ഒഴികെ രണ്ടാമത് അറിഞ്ഞവരുണ്ട്, നമ്മളുടെ ഇടയിലുള്ളവരുണ്ടാവാം, ആരെന്ന് എനിക്കറിയില്ല. കാര്യം സഭ വചനം പറയുന്നു 3 ടൈപ്പ് സഭയിൽ എപ്പോഴും ഉണ്ടാവും. യേശു ആകുന്നു തല, യേശുവിന്റെ കൂടെ ഉണ്ടത് സഭ. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ, ഈ 3 പേരാണ് വിശുദ്ധന്മാർ, ഇടിമക്കൾ. അവരാണ് തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തിയിട്ട് വിശ്വാസ ജീവിതം ജീവിച്ചവർ. ബാക്കിയുള്ളവര് ഉറങ്ങുന്ന മണവാട്ടിയായിരുന്നു. അതിനിടയിൽ ഒരുത്തൻ യൂദയുണ്ടായിരുന്നു, പിശാച്. അപ്പം ഈ 3 ടൈപ്പ് എപ്പോഴും ഉണ്ടാവും. രണ്ടാമത്തെ ഗണത്തിലുള്ളവരും ഇവിടെ ഉണ്ട്, ഒന്നാമത്തെ ഗണത്തിലുള്ളവരും ഉണ്ട്. അപ്പൊ രണ്ടാമത്തെ ഗണത്തിലുള്ളവരും ഈ വെള്ള സിംഹാസന ന്യായവിധിയിൽ വരും. അത് ഞാൻ എടുത്തു പറഞ്ഞതെന്നറിയാമോ? നമ്മളിന്ന് ട്രാക്ക് കൊണ്ട് കൊടുത്തിട്ട് വിശ്വസിക്കാതെ സ്നാനപ്പെടാതെ ഇരിക്കുന്ന ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഇരിക്കുന്നവർ മാത്രമല്ല, വിശ്വാസ സ്നാനം സ്വീകരിച്ച് ഈ നാമം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നിട്ടും തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തി ക്രിസ്തുവിന്റെ വചനത്തിന് വേണ്ടി ജീവിക്കാത്തവരും വെള്ളസിംഹാസന ന്യായവിധിയിൽ വരും. അതുകൊണ്ടാണ് ഈ ലോകം നമ്മൾ പാടി എന്താ, ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോടുകൂടെ വന്ന് മാടി വിളിച്ചാലും യേശു ക്രിസ്തുവിനെ വിട്ടു പോകില്ല എന്ന് പറയുന്നത്. ആ വചനത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്നവൻ കർത്താവിനെ തന്നെയാണ് മാനിക്കുന്നത്. ഇല്ല എങ്കിൽ രണ്ടാമത്തെ ഗണത്തിൽ വരും. പിന്നെ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ്? നിങ്ങൾ അതുകൂടെ എടുക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ നാമം നിഷേധിച്ചില്ല. അന്തിപ്പാസിന് നമ്മൾ ബുധനാഴ്ച എടുക്കുന്നത്, കഴിഞ്ഞ ബുധനാഴ്ച എടുക്കുന്നത്, അന്തിപ്പാസിനെ കൊല്ലുന്ന കാലത്തും നീ എങ്കിലുള്ള വിശ്വാസം കാത്തു, പിന്നെ എന്റെ നാമം നിഷേധിച്ചില്ല. അതായത് നമ്മൾ ഇത്രയും പേര് നാമത്തെ പ്രതികൂടെ ഇരിക്കുന്നു. ഇതിൽ നിന്ന് ഒരാളിനെ ഒരു അവിശ്വാസി പിടിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ കൊല്ലുകയാണ്. യേശുക്രിസ്തു നാമം തള്ളിപ്പറ എന്ന് പറഞ്ഞാൽ, തള്ളിപ്പറയില്ല എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ കാഴ്ചയിൽ കൺമുമ്പിൽ വെച്ച് കൊന്നു കളയുകയാണെങ്കിൽ ബാക്കിയുള്ളവരെന്ത് ചെയ്യും? പേടിച്ചിട്ട് അവൻ എന്തു പറയും അത് നമ്മൾ കേൾക്കും. പക്ഷെ ബൈബിൾ അവിടെ എന്താ പറഞ്ഞത്? അന്തിപ്പാസിനെ കൊന്ന സമയത്ത് പോലും നീ എന്റെ നാമം നിഷേധിച്ചില്ല. അപ്പൊ ഒരു വ്യക്തിയെ നാമനിമിത്തം തള്ളിപ്പറ എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറയാതെ കൊന്നു കളഞ്ഞപ്പോൾ ആ കൊന്നവനെ അടുത്തവൻ ആരെയാണ് കൊല്ലുന്നത്? അടുത്ത് നിൽക്കുന്നവരെ. അപ്പൊ നമ്മളെയും കൊല്ലേണ്ടതാണ്. കൊന്നാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊന്നിട്ടും നമ്മൾ ആ നാമം നിഷേധിക്കാതിരുന്നവനാണ് ജീവപുസ്തകത്തിൽ പേരുള്ളവൻ. നമുക്ക് അങ്ങനെയെങ്കിൽ എന്ത് പീഡ ഇവിടെ ഉണ്ടായി ഇതുവരെ ആലോചിച്ച് നോക്കും. നമ്മൾ പീഡ ഉണ്ടാക്കുന്നു എന്ന് പറയാം. എന്റെ ജീവിത സാഹചര്യങ്ങളും ഓർമ്മ, ബുദ്ധി, ലോക അല്ലെങ്കിൽ ദൂരം, പൈസ, സാമ്പത്തിക, ഈ വക കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ബന്ധം, സ്വന്തം, ഇവ കൊണ്ടാണ് ദൈവവചനത്തെ വിശ്വസിച്ച് അനുസരിക്കാതെ നമ്മൾ മാറ്റി നിർത്തുന്നത്. അങ്ങനെ എന്റെ നിസ്സാരത്വം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. നിസ്സാരത്വം എന്ന് വെച്ചാൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ തോറ്റുപോവുകയാണ്. ഒന്ന് വായിച്ചെന്താ? ജയിക്കുന്നവന്റെ പേര് ഞാൻ ജീവപുസ്തകത്തിൽ വായിക്കില്ല, ജയിക്കുന്നവന് വെള്ളയുടുപ്പും. അപ്പൊ ലോകത്തുള്ള സുഖം, സൗകര്യം, ബന്ധം, സ്വന്തം ബന്ധം, അല്ലെങ്കിൽ ദൂരം, യാത്ര, അല്ലെങ്കിൽ സഭ വരുന്നതിനോ പ്രായത്തിൽ എന്ത് കാരണത്തെ ചൊല്ലിയും ദൈവവചനത്തെ വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നതിൽ നിന്ന് തന്നെ തോറ്റു പോയിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല. അപ്പോൾ തന്നെ ജീവനെ നഷ്ടപ്പെടുന്ന തരത്തിൽ ഒരാൾ വന്നിട്ട് വചനവിരുദ്ധമായിട്ടൊരു കാര്യം പറഞ്ഞു. വചനവിരുദ്ധമായ കാര്യം, എബ്രായ പാലമയുടെ കാര്യം. അവരെന്ത് ചെയ്തു? ഈ അടുത്ത് തന്നെ അതിനകത്ത് ഇട്ടാലും വേണ്ട കാര്യം, ഞാൻ ഇവിടെ ഉള്ള വ്യക്തിയല്ല, ഞാൻ സ്വർഗത്തുണ്ടായിരുന്നവനാണ്, താൽക്കാലികമായി എന്നെ ഇവിടെ വെച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നീ എന്നെ എത്രയും പെട്ടെന്ന് ഈ ശരീരം ഒന്ന് പുറത്താക്കി ഞാൻ പോട്ടെ. ഇതായിരിക്കും അവരുടെ കാഴ്ചപ്പാട്. അല്ലാതുള്ളവരുടെ കാഴ്ചപ്പാട് ഈ ലോകത്തിന്റെ ജീവനെ ആകാംക്ഷിക്കുന്നവർ നിത്യജീവനെ കളയുന്നു. പ്രാധാന്യം മനസ്സിലായോ? നമ്മൾ എടുക്കുന്ന വിഷയം എന്താണ്? ജീവപുസ്തകം. അപ്പൊ ജീവപുസ്തകത്തിൽ ഒരുവന്റെ പേർ വരണമെന്നുണ്ടെങ്കിൽ അവന് പരിശോധനകൾ ധാരാളം ഉണ്ടാകും. ജയിക്കുന്നവന്റെ പേരാണ് മായ്ച്ചു കളയാത്തത്. അപ്പോ അന്തിപ്പാസിനെ കൊന്ന സമയത്ത് നീ നാമം നിഷേധിച്ചില്ല എന്ന് പറയുന്നു. ഇവിടെയും മരിച്ചവരാണ് വെള്ളസിംഹാസനത്തിൽ വരുന്നത്. ന്യായവിധിക്ക് ശേഷം ഈ നാമം സ്വീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ചിട്ട് 1-ാമത്തെ ഗണത്തിൽ പോകാൻ കഴിയാത്തവർക്ക് അന്ന് അവിടെ ഒരു പരിഗണനയുണ്ട്. അവിടെയാണ് കർത്താവ് യേശു ക്രിസ്തു മധ്യസ്ഥ വഹിക്കുന്നത്. അന്ന് ന്യായവിധി നാളിൽ ബാക്കിയുള്ളവരെയൊക്കെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് ഇടുമ്പോൾ കർത്താവ് നമ്മോട് വന്നു, നമുക്ക് വേണ്ടി പറയും, കർത്താവേ, ഇവർ എന്റെ നാമത്തെ നിഷേധിച്ചില്ല, ഇവന്റെ പാപത്തെ എന്റെ മേൽ കണക്കിട്ട് കൊള്ളണമേ. അന്ന് നമുക്ക് നീതിയുടെ വസ്ത്രം ലഭിക്കും. അപ്പോഴും വസ്ത്രം ലഭിക്കും. ആ വസ്ത്രത്തെ കുറിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ആ വസ്ത്രം ലഭിക്കാതെ ഒരു വ്യക്തിക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല. അതാണ് നമ്മൾ വായിച്ചത്. ഞാൻ വസ്ത്രമില്ലാത്തവനായി നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചില്ല. വഴിവെക്കി കാണുന്ന നഗ്നന്മാരെ ഉടുപ്പിക്കുന്നതല്ല, നീതിയുടെ വസ്ത്രം, വചനം എന്ന. അത് നമ്മൾ ഈ സഭകൾക്കൊന്നും ഇത് അറിയില്ല.
അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇത് കൊണ്ട് കൊടുക്കുക എന്നാണ് നമ്മുടെ ദൗത്യം. അപ്പൊ രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവർ, അതായത് മരിച്ചവർ ആബാലവൃദ്ധം അവിടെ വരുമ്പോൾ വെള്ളസിംഹാസന ന്യായവിധി സമയത്ത് ഈ നാമം ധരിച്ച് സ്നാനമേറ്റ് വിശ്വാസം കാത്തു എന്ന് പറയാൻ നമുക്ക് പറ്റില്ല. വിശ്വാസം വീണു പോയത് കൊണ്ടാണ് രണ്ടാമത്തെ ഗണത്തിൽ വന്നത്. പക്ഷെ അവർക്ക് അവിടെ സേവകരായിട്ട് അവരെ അങ്ങോട്ട് കയറ്റിവിടും. അവർക്ക് നീതിയുടെ വസ്ത്രം കൊടുത്തിട്ട് അവരെ കയറ്റിവിടും. ബാക്കി ജീവപുസ്തകത്തിൽ പേരെഴുതാത്ത സകലരെയും തീപ്പൊയ്കയിൽ തള്ളും. അപ്പോൾ വിശ്വാസ സ്നാനം സ്വീകരിച്ച് മാത്രം കാര്യമില്ല, നമ്മൾ സ്നാനപ്പെട്ടത് കൊണ്ട് കാര്യമൊന്നുമില്ല. വിശ്വാസ സ്നാനം സ്വീകരിച്ചാലും ആ വചനത്തിന്റെ ജീവിതം എന്നിൽ ഉണ്ടാകണം. ജീവിതമാണ് ഫലം. ഫലം ശേഖരിക്കാൻ വരുമ്പോൾ ഫലം ഉണ്ടാകണം. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇതാണ് നീതിമാന്മാരും നീതി കെട്ടവരും ഈ ന്യായവിധിയിൽ വരും. നീതിമാൻ ആരാണ്? രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവൻ. ആരുടെ മുമ്പിലാണ് വരുന്നത്? ഒന്നാമത്തെ ഗണത്തിൽ പോയ വിശുദ്ധന്മാരുടെ കർത്താവിന്റെ സന്നിധിയിലാണ് ന്യായവിധി നാളിൽ അവർ വരുന്നത്. എന്നാൽ ഈ നീതിമാന്മാർ ക്രിസ്തുവിന്റെ മണവാട്ടി ആയിരിക്കുകയില്ല. അന്ന് അവർക്ക് നീതിയുടെ വസ്ത്രം കൊടുത്ത് അവരെ അങ്ങോട്ട് എടുത്തിരുന്നാലും മണവാട്ടിയാകില്ല. ഇതിന് ഉദാഹരണം ബൈബിളിൽ അറിയാവുന്ന പഴയ നിയമത്തില് യോസേഫാണ് യേശു ക്രിസ്തുവിന് മുൻകുറി, മണവാളന് മുൻകുറി. അന്ന് ജോസഫ് വിവാഹം കഴിച്ചത് പുറം ജാതിക്കാരിയായ ഒരു മണവാട്ടി. ആ സ്ത്രീയെ വിവാഹം കഴിച്ച് അവൾ കൊട്ടാരത്തിൽ നിൽക്കുന്ന സമയത്താണ് ജോസഫിന്റെ സഹോദരങ്ങൾ പ്രാകാരത്തിൽ വന്നത്. പ്രാകാരത്തിൽ വന്ന് നിങ്ങൾ കുഴിയിലിട്ട് കൊന്ന ജോസഫാണെന്ന് മനസ്സിലാക്കി മുറിവെല്ലാം കണ്ടപ്പോൾ അവൾ കുത്തിയെങ്കിലേക്ക് നോക്കി നിലവിളിച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്കൊരു സ്വസ്ഥമായ ഒരു ഇടം ഒരുക്കി കൊടുക്കുകയാണ്. പിന്നെ ഇവർ കൂടെ അവിടെ അധ്വാനിച്ച് കന്നുകാലികളെ വളർത്തിയാണ് അതിന് ഒരു അംശം കൊണ്ടാണ് ഈ കൊട്ടാരത്തിലുള്ളവർ ജീവിക്കുന്നത്. അതുപോലെ ആദ്യ ഗണത്തിൽ പോകുന്നവൻ വിശുദ്ധൻ, അത് മണവാട്ടിയാണ്. മണവാട്ടി കർത്താവിനോട് കൂടെ ആയിരിക്കും. ആ വിശുദ്ധനും കൂടെ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ ഗണത്തിൽ പോകുന്നവർ അവിടെ സേവ ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ ഈ നീതിമാൻ ക്രിസ്തുവിന്റെ മണവാട്ടി ആയിരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ന്യായവിധി സമയത്ത് മണവാട്ടി മണവാളനോടൊപ്പം ആയിരിക്കും. ആമേൻ. ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സന്തോഷമാണ്, പ്രത്യാശയാണ്. അതെല്ലാം ഒരു സീനായിട്ട് കാണണം. എന്നാൽ ഈ നീതിമാന്മാർ ക്രിസ്തുവിന്റെ മണവാട്ടി ആയിരിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ന്യായവിധി സമയത്ത് മണവാട്ടി മണവാളനോടൊപ്പം ആയിരിക്കും. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? ഇന്നും നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ദൂതന്മാരെ വിധിക്കും. എങ്ങനെയാണ് ദൂതന്മാരെ വിധിക്കുന്നത്? തിമോത്തിയോസിലെ ഒരു വചനമുണ്ട്, നമുക്കെതിരെ പോരാടുന്ന ശത്രുവാണ്, പിശാചുക്കളാണ്, അതിനെ ന്യായം വിധിക്കും. നമ്മൾ സുവിശേഷം അറിയിച്ചിട്ട് വിശ്വസിക്കാത്ത മനുഷ്യരെ മാത്രമല്ല വിശുദ്ധന്മാർ ന്യായം വിധിക്കുന്നത്, ഈ പിശാചുക്കളെയും ന്യായം വിധിക്കും. തുടർന്നത് പറയുന്നില്ല, അപ്പോഴാ വചനം എടുക്കാം. ഓക്കെ. 1 കൊരിന്ത്യർ 6:2-3 ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരുപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ. 1 കൊരിന്ത്യർ വെളിപ്പാട് ദിവസമുള്ളതാണ്. വെളിപ്പാട് 3:21. ഇവിടെ ഇത് ശ്രദ്ധിക്കുക. ഈ വചനം നമ്മൾ വചനം വായിച്ചങ്ങ് പോവും, ശ്രദ്ധിക്കില്ല. വളരെ ശ്രദ്ധിക്കുക. ജയിക്കുന്നവന് യേശു ആദ്യം എന്ന് പറയുന്നത് ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ. അപ്പോ യേശു ഒരു വ്യക്തി, പിതാവ് ഒരു വ്യക്തി എന്നാണ് ഇപ്പോൾ വായിക്കുന്നത്. ഞാനും ജയിച്ച് എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ. ഇനി അടുത്തത് എന്താ? ജയിക്കുന്നവനെ പിതാവിനോടുകൂടെ ഇരുത്തും എന്നല്ല പറയുന്നത്, എന്നോടുകൂടെ ഇരുത്തും. ഇപ്പൊ ഈ പറഞ്ഞിരിക്കും, ഇതാണ് ബൈബിൾ പരിജ്ഞാനം വേണ്ടത്. ഇങ്ങനെ എഴുതിയിരിക്കുമ്പോൾ ലോകപ്രകാരം വായിക്കുന്ന ഒരു മനുഷ്യൻ ഇത് 2 വ്യക്തി തന്നെ പഠിപ്പിക്കും. എങ്ങനെയാ? ബുദ്ധിയിലാണ് പഠിപ്പിക്കുന്നത്. ഇത് എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്നതാണ് പരിശുദ്ധാത്മാവ് സഭയെ പഠിപ്പിക്കേണ്ടത്. ഇപ്പം ഒരു സാധാരണ ക്രിസ്തു വിശ്വാസിക്ക് മോഡലായിട്ട് യേശു ഇവിടെ വന്ന് ജീവിച്ചിട്ട് ജയിച്ചു പോയ യേശു എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നത് എന്നതാണ് ആദ്യം പറയുന്നത്. രണ്ടാക്കി എടുക്കാനുള്ളതല്ല. പരിജ്ഞാനത്തിൽ മനസ്സിലായാൽ യേശു സാധാരണ ഒരു ക്രിസ്തു വിശ്വാസിക്ക് മോഡലായി ജീവിച്ച് ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്താണ്? ദൈവത്തോടു കൂടെ ആയിരിക്കുക.
അതാണ് അവിടെ പറയുന്നത്, ഞാൻ പിതാവിനോടുകൂടെ. എന്തുകൊണ്ട് ദൈവത്തോടുകൂടെ എന്ന് പറയാതെ പിതാവിനോടുകൂടെ എന്ന് പറഞ്ഞു? ഇതൊക്കെ ബുധനാഴ്ചകൾ പഠിപ്പിക്കേണ്ടതാണ്. പബ്ലിക്കിനൊന്നും പഠിപ്പിക്കാൻ പാടില്ല, കാര്യം ലോകത്തിനൊന്നും അറിയില്ല. എങ്കിലും പറയാം, കർത്താവ് നമ്മുടെ സ്നാനമേറ്റ കുറച്ചിട്ടുണ്ട്. അവിടെയും ബുധനാഴ്ച ഇതൊക്കെ വ്യക്തമായി പറഞ്ഞു. കഴിഞ്ഞ ബുധനാഴ്ച പിതാവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവം എന്ന് പറഞ്ഞില്ല. പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചവന് മാത്രമാണ് ദൈവം പിതാവ്. അനുസരിക്കാത്ത ഒരു വ്യക്തിക്കും ദൈവം പിതാവല്ല. അനുസരിച്ചവന് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, അങ്ങനെയല്ല ഇത് ലോകം പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടെ ഡീപ്പായി പഠിപ്പിച്ചാൽ ദൈവം ആർക്കാണ് പിതാവാകുന്നു വെച്ചാൽ, പരിശുദ്ധാത്മാവ് ലഭിച്ച് ആ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന ഏവരുമാണ് ദൈവത്തിന്റെ മക്കൾ. റോമർ 8:14. അപ്പൊ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരണമെങ്കിൽ ഒരൊറ്റ വഴിയെ ബൈബിൾ പറയുന്നുള്ളൂ. ഓരോരുത്തർ പശ്ചാത്തപിച്ച് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ഈ ദാനം വന്നിട്ടാണ് ഇതിനെ വിവേചിച്ച് പരിജ്ഞാനത്തിൽ പഠിപ്പിക്കുവാനുള്ളത്. ആ പഠിപ്പിക്കുന്നവന് മാത്രമാണ് ഇത് ഒന്നാകുന്നത്. എന്താണ് ഇവിടെ പറഞ്ഞത്? കണ്ട, യേശു ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് പിതാവിനോടുകൂടി ഇരിക്കുന്നല്ലേ, അപ്പൊ രണ്ടുപേരില്ലേ? ഇത് ബുദ്ധിയാണ്. ഈ ബുദ്ധി അബലമാകുന്നത് സ്നാനക്കുളത്തിലാണ് കൊണ്ട് കുഴിച്ചിട്ടാണ്. എന്റെ പഴയ മനുഷ്യനെ ഞാൻ എന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടിട്ട് ഞാൻ ഇന്ന് ക്രിസ്തു ദൈവത്തിന്റെ മഹത്വത്തിനായി ജീവിക്കുന്നത് പോലെ ഞാൻ അങ്ങനെ ജീവിക്കുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ജീവിതമാണ്, അങ്ങനത്തെ ഒരു ആത്മാവാണ് എന്റെ ഉള്ളിൽ വന്നതെങ്കിൽ മാത്രമേ ഈ വെളിപ്പാട് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പൊ ആത്മാവായി നിന്ന ദൈവം, കാണാൻ കഴിയാത്ത ദൈവം കാണാൻ കഴിയുന്ന ജഡശരീരത്തിൽ വന്നിട്ട് ഒരു ക്രിസ്തു വിശ്വാസിക്ക് മോഡലായി ജീവിച്ച് ജയം പ്രാപിച്ചാൽ നമ്മളെ പരിശുദ്ധാത്മാവ്. യേശു സ്നാനമേറ്റ് കയറിയപ്പോഴല്ലേ ദൈവം പറഞ്ഞു, അതിനുമ്പ് പുത്രനല്ലേ? സ്നാനമേറ്റ് കയറി പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ പിന്നെ ആത്മാവ് വഴി നടത്തും. ദൈവം എന്ന് പറയണം, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ പ്രസാദിക്കുന്നു എന്ന മലയാളത്തിൽ വചനം എന്താ കറക്റ്റ്? ഇവനിൽ വസിപ്പാൻ. അപ്പൊ ദൈവ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? പാപമോചന സ്നാനമേൽക്കണം. യേശു ഒരു മാതൃകയാണ്, പാപമോചന സ്നാനമല്ല. യേശു സകല നീതി നിവർത്തിയാകുന്നത്. നമുക്ക് തന്നിരിക്കുന്നത് പാപമോചന സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമം. കാരണം ക്രൂശിൽ മരിച്ചത് പാപമോചനം മരിച്ച ഒരുവനേ ഉള്ളൂ, ആ നാമം കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ വിശ്വസിച്ച് ചെയ്താൽ മതി. നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തൻ. അടുത്ത സ്റ്റെപ്പ് ദൈവമാണ് അയക്കേണ്ടത്. അവിടെ മുതലാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു മാറ്റം ഉണ്ടാകുന്നത്. പിന്നീട് ഇതേ ബൈബിൾ തന്നെ വായിക്കുമ്പോഴാണ് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ടു വരുന്നത്. അപ്പൊ ജഡശരീരത്തിൽ വന്ന് സാധാരണ ക്രിസ്തു വിശ്വാസിക്ക് വേണ്ടി ജീവിച്ച, മാതൃകയായി ജീവിച്ച സാധാരണ മനുഷ്യൻ ജയിച്ചു കഴിഞ്ഞാൽ അവൻ ആരോടുകൂടെ ഇരിക്കും? ദൈവത്തോടുകൂടെ ഇരിക്കും. ഇനി അടുത്ത് പറയുന്നത്, ജയിക്കുന്നവനെ ഞാൻ പിതാവിനോടുകൂടി ഇരുന്നത് പോലെ പിതാവിനോടുകൂടി ഇരുത്തും എന്നല്ല പറയുന്നത്, എന്നോടുകൂടെ ഇരുത്തും. ഇപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായോ? ജയിച്ചു പോയ യേശു ദൈവത്തിൽ ഒന്നായി തീർന്നു. ഒന്ന്. ഇതാണ് യോഹന്നാൻ സ്നാപകൻ യോഹന്നാൻ കർത്തൃ ദിവസത്തിൽ ആത്മവിവശതയിലായപ്പോൾ മരിച്ചവനെ പോലെ ആയി. യേശുവിന്റെ മാറിൽ ചാരി നമ്മുടെ കളിക്കൂട്ടുകാരൻ ആലോചിച്ച് നോക്കുക. നമ്മുടെ കൂടെ കളി തമാശ പറഞ്ഞ് നടക്കുന്ന ഒരു കളിക്കൂട്ടുകാരൻ പെട്ടെന്ന് ഞാൻ ആത്മവിശ്വാസം കാണുമ്പോൾ അവനാണ് സ്വർഗത്തിരിക്കുന്നത്. ദൈവം ഒന്ന് കണ്ടാൽ അവസ്ഥ എന്ന് ആലോചിച്ച് നോക്ക്. ആ വ്യക്തി മാറ്റപ്പെട്ടു പോവുകയും ചെയ്തു. കർത്താവേ, തോമസ് വിളി എന്റെ കർത്താവും ഗുരുവുമായുള്ളവയെ എന്ന് വിളിച്ചതുപോലെ യോഹന്നാൻ അപ്പോഴാണ് ആത്മവിവശതയിൽ ഒരു കാഴ്ച കണ്ടത്. മാറത്ത് ചാരിക്കിടന്ന് കളിക്കൂട്ടുകാരനെ പോലെ ഇരുന്നവരുതാ രാജാതി രാജാവും കർത്താതി കർത്താവും. ക്രൂശിലെ കള്ളന് പിടികിട്ടിയതുപോലെ ഈ പള്ളിക്കാർക്ക് പിടികിട്ടിയിട്ടില്ല. അവൻ പറഞ്ഞു, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. ഇസ്രായേലിന്റെ രാജാവായ സൈന്യങ്ങളുടെ യഹോവയാണ് ഈ കിടക്കുന്നതെന്ന് മനസ്സിലായതാണ് ക്രൂശിലെ കള്ളൻ. അതുപോലെ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് ഇത് ബൈബിൾ കോളേജിൽ കിട്ടുന്നതല്ല. പരിശുദ്ധാത്മാവ് പ്രാപിച്ച ഒരു പുരോഹിതൻ സഭയെ പഠിപ്പിച്ച് ജനത്തെ ഒരു പ്രത്യാശ നൽകുന്നതാണ് ഈ വചന ശുശ്രൂഷ. അപ്പൊ യേശു മോഡൽ കാണിച്ചു തന്നു. ഉയർത്തെഴുന്നേറ്റ് പോയി ദൈവവുമായി ചേർന്ന് ഒന്നായെങ്കിൽ അതേപോലെ ജീവിച്ചിരുന്ന് ഞാനും ആ വചനപ്രകാരം ജീവിച്ച് മരിക്കേണ്ടി വന്നാലും അല്ലെങ്കിൽ ജീവിച്ചിരുന്ന് രൂപാന്തരപ്പെട്ടാലും എനിക്കും അതേ സ്ഥാനം തന്നെയാണെന്നാണ് ഈ വചനം പറയുന്നത്.
എന്നോട് കൂടെ ഇരുത്താൻ വരം നൽകും. എന്താ തിമോത്തിയോസ് നമ്മൾ ബുധനാഴ്ച കഴിഞ്ഞ് അറിഞ്ഞു പഠിപ്പിച്ചത്? നമ്മുടെ രക്ഷിതാവായ ദൈവം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? തീത്തോസ് വായിച്ചു നോക്കണം. അപ്പൊ ദൈവമാണ് രക്ഷിതാവ്. അതിന് വചനവിടെ യെശയ്യാ പ്രവാചകൻ 43:11 പറഞ്ഞു, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. അടുത്ത് പറയുന്നത് യേശു ക്രിസ്തു രക്ഷിതാവായ നമ്മുടെ യേശു ക്രിസ്തു. ഈ യേശു ക്രിസ്തു തന്നെയാണ് ദൈവം, സ്വർഗസ്ഥനായ സൃഷ്ടികർത്താവ്. പക്ഷെ ശരീരം കണ്ടപ്പോ പുത്രൻ എന്ന് പറയാൻ കാര്യം ആ ആത്മാവിരുന്ന് വഴി നടത്തി നമുക്കൊരു മോഡൽ കാണിച്ചു തന്നുകൊണ്ടാണ് ദൈവപുത്രൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെയും യേശു ജയിക്കുന്നവനെ എന്നോട് കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ഏകൻ. നമ്മളിവിടെ വെള്ളസിംഹാസനം വെളിപ്പാട് 20 സിംഹാസനത്തിൽ ഒരുവൻ കണ്ടു എന്ന ആ ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ വെളിപ്പാടില്ലാതെ ലോകം 3 എന്ന് പഠിപ്പിക്കുന്നു, പിന്നെ വെറുതെ 3 ചേർന്ന 1 എന്ന് പഠിപ്പിക്കുന്നു. എങ്കിൽ പിന്നെ 1-നെ കുറിച്ച് പറയുക. ഇപ്പോൾ സംസാരിക്കുമ്പോൾ 3 ആണെങ്കിൽ 3-നെ കുറിച്ച് പറയുക. വിരൂപമായ പഠിപ്പിക്കലുകൾ. അപ്പോൾ ഇവിടെ പറയുന്നത് ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടി അവന്റെ സിംഹാസനം ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോടുകൂടെ ഇരുത്തും. അപ്പോൾ നമ്മളും അൾട്ടിമേറ്റ് ഇതിന് വേറൊരു വെളിപ്പാട് കൂടെ ഉണ്ട്. ബുധനാഴ്ചകൾ പഠിപ്പിച്ചാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ശരീരമെന്നും സഭയെന്നും അർത്ഥമുണ്ട്. ജയിക്കുന്നവൻ ഈ സ്വർഗത്തിൽ ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നത് പോലെ, നമ്മൾ ആ ദശാംശത്തിന്റെ കാര്യത്തിൽ പറഞ്ഞില്ല, മരിച്ചു പോകുന്ന മനുഷ്യൻ ഇവിടെ ദശാംശം വാങ്ങിക്കുന്നു, അവിടെയോ മരണമില്ലാത്തവൻ അവിടെ. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ഒരു ആത്മീക ബോഡി സ്വർഗത്തിലുണ്ട്. ഇവിടെ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ മറ്റൊരു ഭവനം എന്ന് പറഞ്ഞാൽ ഈ ആത്മാവ് ചെന്ന് ചേരുന്ന ഒരു ശരീരം. അപ്പൊ അവിടെ നിങ്ങൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നത് അവിടെ ദൈവസന്നിധിയിൽ കൈക്കൊള്ളുകയാണ്. മരണമില്ലാത്തവൻ, ഇവിടെ മരിക്കുന്ന മനുഷ്യൻ ദശാംശം വായിക്കുന്നു, അവിടെയോ മരണമില്ലാത്തവൻ. അപ്പൊ ഇതുപോലത്തെ ഒരു ശുശ്രൂഷ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മൾ ഇപ്പോൾ ദൈവസഭയിലായിരിക്കുന്നത് പോലെ ഈ ലോകത്തായതുകൊണ്ട് ഉയർന്ന രാജ്യത്തിന്റെ നിയമം താഴ്ന്ന രാജ്യത്തിൽ അപ്ലൈ ചെയ്ത് ജയിക്കുന്നവനെ അവിടെ ചെല്ലുമ്പോൾ ഒരു സഭയുണ്ട്. ആ സഭയുടെ തലയാണ് ദൈവം. സഭയുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ സഭ ദൈവം. അപ്പൊ ആ തല എന്ന ശരീരത്തോടു കൂടി നമ്മൾ പോയി ചേരണമെങ്കിൽ ഇടയ്ക്ക് ഒന്ന് വേണം. എന്താ? കഴുത്ത്. തല ദൈവം, ശരീരം സഭ, യേശുക്രിസ്തു നമ്മൾ ശരീരം. ഈ തലയെ ശരീരം തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ്. അതിനൊറ്റ വഴിയേ ഉള്ളൂ, കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്ഥാനമേൽക്കണം. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നാമത്തിൽ സ്ഥാനപ്പെട്ടാൽ പരിശുദ്ധാത്മാവ് അവിടെ ഒരു വാഗ്ദത്വം ഇല്ലല്ലോ. വാഗ്ദത്വം മുഴുവൻ ഇവിടെയാണ്. പാപങ്ങളുടെ മോചനത്തിനായി എന്ന് പറയുന്നുണ്ട് യേശുക്രിസ്തു നാമത്തിൽ. രണ്ടാമതോ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. അപ്പൊ പാപം മോചിക്കാത്ത ഒരുവന് പരിശുദ്ധാത്മാവ് കൊടുക്കാൻ ദൈവത്തിന് വ്യവസ്ഥയില്ല. പിന്നെ എങ്ങനെ അവർക്കെല്ലാം പരിശുദ്ധാത്മാവ് കിട്ടിയെന്ന് പറയുന്നു? അതുകൊണ്ടാണ് ഈ വചനത്തിന്റെ പരിജ്ഞാനമില്ലായകയാൽ അവർ നശിച്ചു പോകുന്നു. വചനം പഠിപ്പിക്കുന്നു, വെളിപ്പാടില്ല. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞാനും ജയിച്ച എന്റെ പിതാവിനോടുകൂടെ അവന്റെ സിംഹാസനം ഇരിക്കുന്ന പോലെ ജയിക്കുന്നവനെ എന്നോടുകൂടെ ഇരിപ്പാൻ വരം നൽകും. ഓക്കെ, നോക്കൂ, മണവാട്ടി ന്യായവിധി നാളിൽ അവനോടൊപ്പം സിംഹാസനത്തിലാണ്. ലോകത്തെ അവൾ ന്യായം വിധിക്കുകയാൽ അവൾ അവനോടൊപ്പം സിംഹാസനത്തിൽ തന്നെ ഇരിക്കേണ്ടതാകുന്നു. പക്ഷെ സിംഹാസനം എത്ര പേരെ കണ്ടു? ഒരുവനെ. മണവാട്ടി എവിടെ ഇരിക്കുന്നു? ദൈവത്തോടു കൂടെ ആയിരിക്കുന്നു. നാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായിത്തീരുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ, ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ച് വയോധികനായ ഒരുത്തൻ ഇരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജ്വാലയും അവന്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഇതൊന്നും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കില്ല. നമ്മൾ ബുധനാഴ്ചകളിൽ സഭാകാലങ്ങൾ വിശദീകരിച്ചതാണ് ഇതെല്ലാം. ഒരു അഗ്നി നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. ദാനിയേൽ പ്രവാചക പുസ്തകം 7:9-10 വരെ അവിടെ വായിച്ചത്. അവനെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന 1000 പേർ മണവാട്ടിയാണ്. എന്തുകൊണ്ടെന്നാൽ മണവാളന് ശുശ്രൂഷ ചെയ്യുന്നവൾ അവന്റെ മണവാട്ടിയാണ്. ഇവിടെ ഈ വാക്യം വായിച്ചിട്ട് എവിടെയെങ്കിലും അവനെ ആരാധിക്കുന്നു എന്നുണ്ടോ? മണവാട്ടിമാർ അവിടെ ചെന്ന് ആരാധിക്കുകയില്ല. ഇതും ഒരു പുതിയ ഇതാണ്. പുതിയ വെച്ചാൽ നമുക്കറിയാം, ലോകസഭകൾ പഠിപ്പിക്കുന്നില്ല. ലോകസഭകൾ പഠിപ്പിക്കുന്നത് മണവാട്ടി അവിടെ ചെന്ന് ആരാധിക്കുന്നു എന്നാണ്. മണവാട്ടിക്ക് അവിടെ ആരാധനയില്ല.
മണവാട്ടി അവനുമായി ചേർന്ന് ഏകാത്മാവായി കഴിഞ്ഞു. പിന്നെ എന്നെ പുകഴ്ത്തുന്നതും സ്തുതിക്കുന്നതും എന്റെ ഭാര്യയാണോ? അല്ലല്ല. ഭാര്യ എന്റെ എന്റെ തന്നെ ഒരു ഭാഗമാണ്, എന്നോടൊപ്പം വണ്ണം ജീവിക്കുകയാണ്. പക്ഷെ എന്നെ പുകഴ്ത്തുന്നതും എന്നെ ഒക്കെ ചെയ്യേണ്ടത് എന്റെ ആശ്രിതരാണ്. എന്നിൽ നിന്ന് ലഭിച്ച് ജീവിക്കുന്നവരാണ് എന്നെ പുകഴ്ത്തേണ്ടത്. ഇതാണ് യോസേഫിന്റെ സഹോദരങ്ങൾ ചെയ്തത്. യോസേഫിന്റെ ഭാര്യ മണവാട്ടി കൊട്ടാരത്തിൽ നിൽക്കുമ്പോൾ യോസേഫിനെ ഫറവോനെ സ്തുതിച്ചത് ആരാണ്? സഹോദരങ്ങളാണ്. അവരാണ് അവിടുത്തെ സേവകാത്മാക്കൾ. അവരാണ് അവിടെ അധ്വാനിച്ചത്. ആടുമാടുകളെയൊക്കെ പോറ്റി പുലർത്തിയിട്ട് അത് ആ രാജ്യത്തിന് വേണ്ടി നൽകിയത്. അപ്പോഴും അതുകൊണ്ട് കൂടെയാണ് ഈ കൊട്ടാരത്തിന് അവർ കൊട്ടാരത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. അതുപോലെ മണവാട്ടി ഒരിക്കലും അവിടെ ആരാധിക്കില്ല. ആരാധിക്കുന്നത് ദൂതന്മാരാണ്. ഇപ്പോൾ നമ്മളിവിടെ ആരാധിക്കുന്നു. അത് കഴിഞ്ഞാൽ ഒരു പാട്ട് പാടുന്നത്, ഇപ്പോൾ നമ്മൾ അത് കണ്ട് അവന്റെ മുഖം കണ്ട് ആരാധിക്കുമെന്ന. ആരാധിക്കുന്ന ലിമിറ്റ് ഉണ്ട്. എവിടെയെന്നറിയാമോ? മുഖാമുഖം കാണുന്ന മധ്യാകാശം വരെ. മധ്യാകാശത്തിൽ കർത്താവിനെ കാണുമ്പോൾ സ്തുതിക്കുകയും ആരാധിക്കുകയും കെട്ടിപ്പിടിക്കുകയും ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ കർത്താവുമായി ചേർന്ന് ഒന്നായി ചേർന്നു. പിന്നെ അവിടെ ആരാധിക്കാൻ ദൂതന്മാരും പിന്നെ ഈ രണ്ടാമത്തെ ഗണത്തിൽ വരുന്നവരുമാണ് അവിടെ ആരാധിക്കുന്നത്. ഓക്കെ, അതിന്റെ ഉദാഹരണമാണ്. എല്ലാവർക്കും ഇത് മനസ്സിലാവണമെന്നില്ല. ഞാനിന്ന് ഈ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ഒരാളിങ്ങനെ പരിഹസിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ചെമ്മരിയാടുകളുടെ ആഹാരമാണ്, മറ്റുള്ള ജീവികൾക്ക് ദഹിക്കുന്നതല്ല. അവർക്കിത് ദഹിക്കില്ല. ഇത് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആത്മാവ് അത് സപ്പോർട്ട് ചെയ്തില്ല. ഓക്കെ, ഈ നീതിമാന്മാർ എന്തുകൊണ്ടാണ് ന്യായവിധിയിൽ വരുന്നത് എന്ന ചോദ്യം ഇവിടെ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നീതിമാന്മാർ എന്തുകൊണ്ട് ന്യായവിധിയിൽ വരുന്നു? അവർക്ക് പോകുവാൻ മറ്റൊരിടമില്ല. എന്തുകൊണ്ടെന്നാൽ രണ്ട് പുനരുദ്ധാനം ഉള്ളതിൽ ഒന്നാമത്തെ പുനരുദ്ധാനത്തിന് അവർ യോഗ്യരാകാത്തതിനാൽ ശേഷിക്കുന്ന രണ്ടാമത്തെ പുനരുദ്ധാനം ന്യായവിധിയിലേക്കുള്ളതാണ്. ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ ഉള്ളവർ, പേരുള്ളവർ ഭാഗ്യവാന്മാർ, അവർ വിശുദ്ധന്മാർ. അത് കഴിഞ്ഞ ശേഷം 1000 വർഷം അവർ ദണ്ഡനത്തിലിരിക്കും, പീഡനത്തിലിരിക്കും. ബദ്ധന്മാരെ പോലെ അല്ല. ബദ്ധന്മാർക്ക് അവിടെ പിശാചിന് പ്രവേശനമില്ല. അതായത് പർദീസയിൽ പിശാചിന് പ്രവേശനമില്ല. പിശാച് പ്രവേശനം എവിടെ ഉണ്ടായിരുന്നത്? നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവരുടെ ഇടയിൽ. അതാണ് യേശു പറഞ്ഞത്, പീഡിതന്മാരെ വിടിവിച്ചയപ്പാനും ബദ്ധന്മാർക്ക് വിടുതലും. പഴയ നിയമകാലം മുതൽ ദൈവത്തിന്റെ വചനം നൽകിയപ്പോൾ ആ വചനപ്രകാരം ജീവിക്കാൻ തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തി വിജയിച്ചവരാണ് പർദീസയിലിരുന്നത്. ബാക്കിയോ അനുസരണം കെട്ടവർ. അവരാണ് പത്രോസിന്റെ കാലത്ത് നോഹയുടെ കാലത്ത് അനുസരണം കെട്ടവർ പത്രോസിൽ പറയുന്നത്. അവിടെ പിശാചിന്റെ ദണ്ഡനമുണ്ട്, പീഡനമുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ ഈ നീതിമാന്മാർ എന്തുകൊണ്ട് ന്യായവിധി വരുന്നത്? ഈ ന്യായവിധി വരെയും അവർക്ക് അവിടെ പീഡനമുണ്ട്. ഒന്നാമത്തെ ഗണത്തിൽ പോയവർക്ക് ഭാഗ്യവാന്മാർ, അവർക്ക് ദണ്ഡനമില്ല. ഇനി രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ വരുന്നത് അവിടെയാണ് വെള്ളസിംഹാസനം, ന്യായവിധി. ആ ന്യായവിധിക്കുന്ന സമയത്താണ് അവിടെ പുസ്തകം തുറക്കുന്നത്, ഓർമ്മയുടെ പുസ്തകം. ഇന്ന് നമ്മൾ ഈ വചനമെല്ലാം കേട്ടിരിക്കുന്നു, അറിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ ട്രാക്ക് കൊണ്ട് കൊടുക്കുന്നതും വചനം കേട്ടതും എല്ലാം അറിഞ്ഞിട്ട് ഇല്ല എന്ന് എനിക്ക് പറയാം. പക്ഷേ ഇന്ന് നമ്മളെ TV, മാധ്യമം, മീഡിയ എല്ലാം കണ്ടുപിടിച്ചു എന്നാണ്. ഈ കണ്ടുപിടിക്കണമെങ്കിൽ എവിടെയോ ഉണ്ടായിരുന്നത് താൽക്കാലികമായി കാണാതിരുന്നതിനെ കണ്ടെത്തിയതാണ് കണ്ടുപിടിച്ചത്. ഇതൊക്കെ സ്വർഗത്തിൽ പണ്ടേ ഉള്ളതാണ്. സീനായിട്ട് എല്ലാം ദർശനമായിട്ട് കർത്താവ് കാണിച്ചു തരും. നമ്മൾ ഇതെല്ലാം അറിഞ്ഞതും കേട്ടതും എല്ലാം. അപ്പൊ എന്ത് കാരണത്തെ ചൊല്ലിയും ദൈവത്തിന്റെ വചനത്തെ മാറ്റിവെക്കാതെ അതിനോടൊപ്പം തങ്ങളെ തന്നെ ബന്ധപ്പെടുത്തുന്നവരാണ് ആദ്യ ഗണത്തിൽ പോകുന്നവർ. ഇല്ല എങ്കിൽ രണ്ടാമത്തെ ഗണത്തിലായി പോകും. രണ്ടാമത്തെ പുനരുദ്ധാനത്തിൽ ആരാണ് വരുന്നത്? ആ ബാലവൃദ്ധം ജനവും വരും, സകല മനുഷ്യരോടെ വരും. അവിടെ വെച്ചിട്ട് കോലാടുകളെയും അവിടെ വെച്ചിട്ട് നീതിമാന്മാർക്ക് നീതിയുടെ വസ്ത്രം കൊടുത്തിട്ട് കർത്താവ് സ്വർഗ്ഗീയങ്ങളിലേക്ക് കൊണ്ടുപോവുകയും മറ്റുള്ളവരെ തീപ്പൊയ്കയിലേക്ക് ഇടുകയും ചെയ്യും. അത് തുടർന്നുള്ളതിൽ പറയുന്നുണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതുക. അവരുടെ പേര് ഒരിക്കലും ജീവപുസ്തകത്തിൽ ഉണ്ടാവില്ല, എഴുതിയിട്ടേ ഇല്ല. മായ്ക്കുന്നവരുടെ പേരുണ്ട്, മായ്ക്കാത്തവരുടെ പേരുണ്ട്, ഒരിക്കലും എഴുതാത്തവരുടെ പേരുമുണ്ട്. കാര്യം എന്താ? അത് തുറന്ന് പഠിപ്പിക്കുക, അതിനകത്തുണ്ട്. ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എല്ലാ സഭ, ഞാനൊക്കെ CS ഇരുന്ന സമയത്ത് ഏകദേശം 28 വയസ്സ് വരെ CS ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങളോട് തോന്നുന്നു സുവിശേഷം പറയുന്ന പെന്തക്കോസ്തരോട് ചോദിച്ചിരുന്നതാണ്, യേശു പറഞ്ഞിരിക്കല്ലേ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ടെന്ന്. നിങ്ങൾ ഇനി പറയുന്ന വെള്ളത്തിൽ വന്ന് മുങ്ങി പെന്തക്കോസ്ത് ചേർന്നാലേ നിത്യജീവനുള്ളൂ? ഞങ്ങൾക്ക് യേശുവിനെ അറിയാം, യേശുവിന്റെ പിതാവിനെ അറിയാം. ഞങ്ങളുടെ ഉപദേശം പഠിപ്പിച്ച അങ്ങനെയാണ്.
ഇങ്ങനെ എന്നെ പറഞ്ഞു കൊടുക്കും. ഇന്നാണ് അത് മനസ്സിൽ, ഇന്നെന്ന് വെച്ചാൽ ഈ വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചു. നോക്കൂ, ഞാൻ അങ്ങനെ പറയാൻ കാരണം, നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു എന്നത് മാത്രം കാര്യമില്ല, അത് കാര്യമാണ്. പരിശുദ്ധാത്മാവ് ലഭിച്ചില്ല എങ്കിൽ, പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തി ഈ വെളിപ്പാട് പറഞ്ഞാലും ലഭിച്ചില്ലെങ്കിൽ നമുക്ക് മനസ്സിലാകില്ല. ശരിയല്ലേ? ഇതേ ആത്മാവ് ലഭിച്ചവന് വേണ്ടിയിട്ട് ദൈവം മറച്ചു വെച്ചിട്ട് നമ്മളിപ്പോ ഇത് പബ്ലിക്കായിട്ട് ഇതെല്ലാം പറയുന്നു. അത് ഞാൻ പറയാം, കഴിഞ്ഞ ആഴ്ചത്തെ ജീവിതം അതൊന്നും നിങ്ങൾ പോയി കേട്ട് നോക്കണം, യൂട്യൂബിൽ കിടപ്പുണ്ട്. എത്ര ആദ്യത്തെ കുറെ ഭാഗങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നോഹയുടെ കാലത്ത് അനുസരണം കേട്ടവര്, മോശയുടെ കാലത്ത് അനുസരണം കേട്ടത്, യേശു വന്നപ്പോൾ മോശ മതി എന്ന് പറഞ്ഞതും, യേശു വരുമ്പോൾ ഒരിക്കലും നോഹയുടെ സുവിശേഷം കൊണ്ടുവരാൻ പറ്റില്ല, മോശയുടെ സുവിശേഷം കൊണ്ടുവരാൻ പറ്റില്ല. ഓരോ കാലത്തേക്ക് ദൈവമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് പത്രോസ് വന്നപ്പോൾ നോഹയും സുവിശേഷം കൊണ്ട് വരാൻ പറ്റില്ല. പത്രോസിലൂടെ എന്ത് പറഞ്ഞു? അത് ദൈവം തന്നെ എന്ന് കാണുന്നവനാണ് ദൈവത്തിന്റെ ആട്. ആ ശബ്ദം കേൾക്കുമ്പോൾ തിരിച്ചറിയും. വേറെ വേറെ എന്ന് പറയുന്നെങ്കിൽ അവർ അന്യന്റെ ശബ്ദം കേൾക്കുകയാണ്. നമ്മൾ ആ അന്യനെ വിട്ട് ഓടിപ്പോകുന്നവരാണ്. പിന്നെ എങ്ങനെ അവ അന്യനെ കൂടെ ഇരിക്കാൻ പറ്റും? അപ്പോ പരിശുദ്ധാത്മാവ് ലഭിച്ച നമ്മൾ പഠിപ്പിക്കുന്ന, ഇപ്പൊ വില്യമാരും ബ്രൺഹാമിനോട് മയക്കമരുന്നോ രക്ഷിക്കണോ? പരിശുദ്ധാത്മാവ് ലഭിച്ച ഒരു വ്യക്തി വെളിപ്പെടുത്തുന്നത് നമുക്ക് ഗ്രഹിക്കണമെങ്കിലും അതേ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചാണ് നമുക്ക് 100% ഉറപ്പാണ്. യേശു പറഞ്ഞ പ്രകാരം മത്തായി 28:19 പറഞ്ഞ അവർ പിതാപുത്രൻ പരിശുദ്ധാത്മാവ് ഇറങ്ങിക്കൊണ്ട് തിരിച്ചൊന്നുമില്ല ഈ പള്ളിക്കാരന്മാരെ പോലെ. യേശു മത്തായി 28:19 20 പറഞ്ഞ ശേഷം യേശു വീണ്ടും സംസാരിച്ചു. അത് മത്തായിലില്ല, അത് ലൂക്കോസ് സുവിശേഷത്തിൽ കിടപ്പുണ്ട്. അവസാനം 24-ാമത്തെ വാക്യത്തിന്റെ ഏറ്റവും അവസാനം കിടപ്പുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായം മുതൽ 7-ാമത്തെ വാക്യം വരെ കിടപ്പുണ്ട്. ഇതുകൂടെ പറയുന്നതിനിടയിൽ പറഞ്ഞ അവസാനത്തെ വായ്മൊഴിയാണ് പരിശുദ്ധാത്മാ ലഭിക്കാനായി മാളിക മുറിയിൽ പോയി ഇരുന്ന് ശക്തി ധരിച്ച ശേഷമേ ഇറങ്ങി പുറപ്പെടാവൂ. ഇതാണ് ഉപദേശം, ഇതാണ് ക്രിസ്തുവിന്റെ ഉപദേശം. ഈ ഉപദേശം തെറ്റിച്ചിരിക്കുന്നവരാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ, ഇതിനിടയിലുള്ള എല്ലാ സഭയും. അങ്ങനെ അപ്പോസ്തലന്മാർ നേരെ മാളിക മുറിയിൽ കൂടിയിരുന്ന് കുറെ സമയം കൂടിയിരുന്ന് പരിശുദ്ധാത്മ കിട്ടി നമുക്ക് പോകാം എന്നുള്ള രീതിയിൽ വിശ്വാസത്തിൽ അയച്ചു പോയതല്ല. അവർ പറഞ്ഞത് ഞങ്ങൾ കണ്ടതും തൊട്ടറിഞ്ഞതും രുചിച്ചറിഞ്ഞതുമാണ് ഞങ്ങൾ പറയുന്നത്. വെച്ചാൽ ആത്മാവ് വന്ന കാര്യം അവർക്ക് ഉത്തമ ബോധ്യമായി. അത് മറ്റൊരു ലൈഫാണ്. ആ ജീവൻ വന്നപ്പോൾ അവരല്ലാതായി തീർന്നു. പിന്നെ എന്ത് പറയാം, നമ്മൾ തന്നെ കാഴ്ചകൾ ഇങ്ങനെ നോക്കി വേണം. ചില ജീവാണുക്കൾ പോലെ എന്തൊക്കെയോ പോകും പോലെ കാണാം, കണ്ടിട്ടില്ലേ? ഇനി വീട്ടിൽ പോയിട്ട് എപ്പോഴും ശ്രദ്ധിച്ചോണം. നമ്മൾ ഒരു വസ്തുവിനെ കേന്ദ്രീകരിക്കാതെ വെറുതെ ഇങ്ങനെ വായുവിൽ നോക്കുമ്പോൾ അല്പസമയം നോക്കിയിടുന്ന ജീവാണുക്കൾ ഇങ്ങനെ പോകുന്നതാണ്. ചെറിയ ജീവികൾ സാധാരണ ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയുന്നതല്ല. നമ്മുടെ ഇവിടെ ദൈവം വെച്ചിട്ടൊരു സിസ്റ്റമാണ്. നിങ്ങൾ തരുന്നത് ഞാൻ വർഷങ്ങൾ പണ്ടേ നോക്കും, കുഞ്ഞുനാൾ പോലെ നോക്കിയിട്ട് കൊച്ചിലേക്ക് ഒരുപാട് നോക്കുമായിരുന്നു. വ്യക്തമായി കാണാം അമീബ പോലെ ഇങ്ങനെ റൗണ്ട് ഇതിങ്ങനെ കാര്യം മുകളിലോട്ട് പോകും, അത് കഴിയുമ്പോൾ വേറെ ഇങ്ങോട്ട് പോകും, താഴോട്ട് പോകും, എല്ലാം സ്വസ്ഥമായി നോക്കുക. അപ്പൊ ഈ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ കഴിയാത്തത് മറ്റൊരവസ്ഥയെ നോക്കുമ്പോൾ നമുക്കതിനെ കാണാൻ കഴിയുന്നു. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുന്ന ഇവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചിട്ടില്ല എന്നതും അവർക്ക് വെളിപ്പെടാത്ത ഒരു സത്യം ഇതിനകത്ത് ഉണ്ടെന്നത് ബോധ്യമാകണമെങ്കിൽ നമുക്ക് അപ്പോസ്തലന്മാർക്ക് ലഭിച്ച അതേ പരിശുദ്ധാത്മാവ് ലഭിക്കണം. അപ്പോഴാണ് ഇതിനകത്ത് ഈ വരി എന്തുകൊണ്ട് പിതാവെന്ന് പുത്രനെന്ന് പരിശുദ്ധാത്മാവെന്ന് മുകളിൽ താഴെ ഞാൻ പോയ ശേഷം മറ്റൊരു കാര്യസ്ഥൻ, ഇതെല്ലാം ഈ വാക്കുകളെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് ഓരോ ആത്മീക വെളിപ്പാടിനാണ്. ഇവര് ആ വാക്കുകളെ എടുത്തിട്ട് കണ്ടോ, പിതാവ് അയച്ചിട്ട് വന്ന പുത്രൻ, രണ്ടുപേരില്ലേ? ഞാൻ പിതാവിനോട് ചോദിക്കും മറ്റൊരു കാര്യസ്ഥൻ, കണ്ട മൂന്നാമതിലില്ലേ? ഇതിന്റെയൊക്കെ പച്ചക്ക് അതുപോലെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ആശീർവാദം പറയില്ല. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ, ഇത് ഒറ്റ വെളിപ്പാടാണ്. അത് ചുരുക്കുമ്പോൾ നമ്മുടെ ഈ സഭയെ കുറിച്ച് പറയുന്നതാണ്, നമ്മുടെ പഠിപ്പിച്ചാണ്. ഈ സഭയെ കുറിച്ച് ദൈവം അനുഗ്രഹിച്ച് ആശീർവദിക്കുന്ന കാര്യമാണ് പരിശുദ്ധാത്മാവ് ലഭിച്ച സഭയ്ക്ക് പറയുന്നത്. എങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിച്ചു? പുത്രന്റെ കൃപ, ക്രൂശിലെ മരണം, സ്നാനം, ആ സ്നാനത്തിലൂടെ പിതാവിന്റെ സ്നേഹം, ക്രൂശിലെ യാഗം. ഇനി ക്രൂശിലെ യാഗം, പിതാവിന്റെ സ്നേഹം. ഇവരിപ്പം ചുമ്മാ പറയും പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പിതാവിന്റെ സ്നേഹം, ക്രൂശിലെ മരണം, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ആ വിശ്വാസ സ്നാനമാണ് ക്രൂശിലെ മരണം, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം. ആ സ്നാനത്തിലൂടെ അടുത്ത പുത്രന്റെ കൃപ,
ആ പാപമോചന കർമ്മത്തിലൂടെ ഞാനും അനുഷ്ഠിക്കുമ്പോൾ ലഭിക്കുന്ന പരിശുദ്ധാത്മാവാണ് കൃപ, ദാനം. അങ്ങനെ ലഭിച്ച ദാനം ലഭിച്ച കൂട്ടത്തെ നോക്കിയുള്ള ആശീർവാദമാണ് പിതാവിന്റെ. എന്നുവെച്ചാൽ നമ്മളാണ് പിതാവിന്റെ സ്നേഹം അനുഭവിച്ചത്. ക്രൂശിലെ യാഗം അങ്ങനെ തന്നെ ചെയ്തൊരു കൂട്ടരെ ആശീർവദിക്കുന്നതാണ്. ഇതൊന്നും പച്ചക്ക് എഴുതി വെച്ചിരിക്കുന്ന പണ്ഡിതന്മാർ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് മൂന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാകണമെങ്കിലും പരിശുദ്ധാത്മാവ് വേണം. ഇല്ലെങ്കിൽ മുൻകുറിക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ഇല്ലാത്തവർ ഗ്രഹിക്കില്ല. പിതാവ് നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം, ക്രൂശിലെ യാഗം, പീഡ, മരണം, ആ സ്നാനം കർത്താവായ യേശുക്രിസ്തു എന്ന നാമത്തിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അതിലൂടെ ലഭിക്കുന്ന വാഗ്ദത്തം എന്ന പരിശുദ്ധാത്മാവാണ് പുത്രന്റെ കൃപ. പുത്രന്റെ എന്താ വെച്ചാൽ പുത്രൻ എന്ന് വെച്ചാൽ യേശു എന്നല്ല ഇപ്പം കാണാൻ. ഇത് ഓരോ വാക്കുകൾക്കും ഒരുപാട് അർത്ഥമുണ്ട്. അവിടെ പുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവവചനത്തെ അനുസരിച്ച ഒരുവൻ. ആ യാഗവസ്തു എന്ന ശരീരം നമുക്ക് വേണ്ടി പാപപരിഹാര മാർഗമാക്കി ആ യാഗത്തിന്റെ ആ സ്നാനം നമ്മൾ ചെയ്തതിന്റെ കൃപയാണ് എന്നിൽ വന്ന പരിശുദ്ധാത്മാവ്. ഇതാണ് പുത്രന്റെ കൃപ. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അങ്ങനെ ലഭിച്ച പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മയിൽ ഇരിക്കുന്ന ജനത്തെ ആശീർവദിക്കുന്ന ഒരു മരണത്തിന്റെ വാക്ക് എന്ന് തന്നെ ഞാൻ പക്ക പറയുന്നു. ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ഞാനത് വിശദീകരിച്ചില്ല. മരണത്തിന്റെ വാക്കാണ്. ജീവന്റെ വാക്ക് ഏത്? നമ്മളോട് ലാസ്റ്റ് പറയും, കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഞങ്ങൾ എല്ലാവരും ഇരിക്കുമാറാകട്ടെ. ഈ പിതാവ് എന്നതാണ് കർത്താവ്. പിതാവിന്റെ സ്നേഹം. പിതാവ് കർത്താവ്, പുത്രൻ എന്നത് യേശു, പരിശുദ്ധാത്മാവ് ക്രിസ്തു. കർത്താവായ യേശു ക്രിസ്തു. അവിടെ നമ്മൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് ലഭിച്ച കൂട്ടത്തെ നോക്കി ആശീർവദിക്കുന്നതാണ്. ലോകം ഇതിനെ മൂന്നെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ്. ഇതാണ് ഈ മെസ്സേജ് ആദ്യം പറഞ്ഞത്. ബ്രദർ ആദ്യം വന്നിട്ടില്ല, കേട്ടോ, ലൈവ് ഉണ്ട്. ദൈവം ആദ്യം മുതൽ പറഞ്ഞത് മരണത്തിനാണ് പറഞ്ഞിരിക്കുന്നത്. കായീൻ ആദ്യം കൊണ്ടുവന്നു, ഇസ്മായിലിന് ആദ്യം കൊണ്ടുവന്നു, യേശാവിന് ആദ്യം കൊണ്ടുവന്നു, യൂദ ആദ്യം കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തി 4:12 പറയാൻ പത്രോസിനെ ഉപയോഗിക്കുന്നതിന് മുമ്പേ എതിർ ക്രിസ്തുക്കൾ കയറിയിരുന്നു അവിടെ. അവരാണ് പറഞ്ഞത്, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അപ്പൊ തെറ്റിക്കുന്നവനെ ആദ്യം കൊണ്ടുവന്നു. ഏദൻ തോട്ടത്തിൽ സാത്താനെ ആദ്യം കൊണ്ടുവന്നു. സഭകൾ മുഴുവൻ പോയി പരിശുദ്ധ വിശ്വാസ സ്നാനം സ്വീകരിച്ച്, അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കാതെ ബൈബിൾ കോളേജിൽ നിന്ന് പഠിച്ചിട്ട് ഞങ്ങളെല്ലാം ദൈവത്തിന്റെ പുരോഗതി പറഞ്ഞാൽ അവരുടെ ഇടയിലായിരുന്ന നമ്മെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ന് അതേ പരിശുദ്ധാത്മാവ് പ്രാപിച്ചത് കൊണ്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ മനസ്സിലാക്കുക പോലും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാഴ്ച പറഞ്ഞത്. അപ്പൊ നമ്മൾ സാധാരണ നോക്കിയാൽ കാണാൻ കഴിയാത്ത മറ്റൊരു ജീവി ഈ ലോകത്തുണ്ട്. അത് മറ്റൊരു നേത്രത്തിലൂടെ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ വചനം എഴുതിയിരിക്കുന്നത് മുഴുവനും അക്ഷര രൂപത്തിൽ അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. നമ്മൾ ആത്മവിവശതയിലാകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ ഇത് പറയുവാൻ ഉദ്ദേശിച്ച ദൈവം മറച്ചു വെച്ച സത്യം എന്റെ ഹൃദയത്തിൽ ദൈവം വെളിപ്പെടുത്തി തരും. അത് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ അത് ഇപ്പം കേൾക്കുമ്പോൾ നമുക്കൊരു അഭിഷേകമൊക്കെ വരും, തൽക്കാലമായിരിക്കും. അതേ ആത്മാവ് പ്രാപിച്ചു കഴിഞ്ഞാൽ അത് നിലനിൽക്കും. കാര്യം എന്താ? അകത്തിരിക്കുന്ന ഇതേ ജീവനല്ലേ, അവരാണ് അതുമായി ചേർന്ന് ഒന്നാകുന്നത്. ഓക്കെ, കർത്താവേ സ്തോത്രം. അപ്പൊ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ നിർത്താം. എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ എന്ന് പറഞ്ഞാൽ, എന്റെ വചനം എന്ന് പറഞ്ഞാൽ ആരുടെ വചനം? എല്ലാവരും പറയും യേശുവിന്റെ വചനം. ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞാൽ അങ്ങോട്ട് പോയാൽ യേശു വരുന്നതിന് മുമ്പുള്ള ഒരു വചനം അവിടെ ഉണ്ട്. യേശു വരുമ്പോൾ ഞാൻ സംസാരിക്കുന്ന യഹോവ പറഞ്ഞിരിക്കുന്നത്, എന്റെ വചനങ്ങളെ ഞാൻ അവന്റെ നാവിന്മേലാക്കി ഞാൻ അവനോട് കൽപ്പിക്കുന്ന എന്റെ വചനം യാതൊരു ദിനങ്ങളിൽ കേട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കും. എല്ലാം ദൈവമാണ്. അതുകൊണ്ടാണ് യേശു യോഹന്നാൻ 5:19 പറഞ്ഞത്, പിതാവ് സംസാരിക്കാതെ പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല. അപ്പൊ CSIയിലേക്ക് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത് തന്നെ പറഞ്ഞു തർക്കും. ഇത് മാത്രമല്ല, ഞാൻ ഇങ്ങനെ ശ്വാസം വിട്ടിട്ട് അവരോട് ചോദിക്കും, ഇതാ ശ്വാസം പോയി, ഞാൻ തിരിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നിൽ നിന്ന് എന്തോന്നും നഷ്ടപ്പെടാനുള്ളത് ഒന്നുമില്ല, നിത്യജീവനൊന്നും ഇല്ലെന്ന് അവർ തർക്കിച്ചത്. ഇപ്പോഴാണ് എല്ലാം മണ്ടത്തരമായിരുന്നു. അപ്പൊ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെ നോക്കിക്കൊണ്ട് ദൈവം വേറെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവൻ ഇല്ല. ഈ പറഞ്ഞിരിക്കുന്ന അക്ഷര രൂപത്തിലുള്ള ഈ വചനത്തിന്റെ വെളിപ്പാട് ഈ ശരീരം നോക്കിക്കൊണ്ട് ഇതിനകത്തിരുന്ന് വചനം പറഞ്ഞവൻ ആരെന്ന് തിരിച്ചറിയുന്നവനാണ് നിത്യജീവനുള്ളത്. ഒരുവൻ രണ്ടെന്നും പിന്നെ ഒന്നെന്നും മൂന്നും ചേർന്ന് ഒന്നെന്നും പഠിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനില്ല. എങ്കിൽ യേശു പറഞ്ഞു ഈ കാലം നോഹയുടെ കാലം പോലെ ആകും എന്ന് പറഞ്ഞ് തെറ്റിപ്പോകില്ലേ? ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞ് തെറ്റിപ്പോകില്ലേ? പിന്നെ എന്താ പറഞ്ഞത്? വാതിലിടുക്കമുള്ളത് വഴി ഞെരുക്കമുള്ളത് കണ്ടെത്തുന്നവർ ചുരുക്കം, ഇവിടെ നിന്നൊന്ന് അവിടെ നിന്നൊന്ന്. ഇതെല്ലാം യേശു പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ജനങ്ങൾ കോടിക്കണക്കിന് വിശ്വസിച്ചെങ്കിൽ. അപ്പോ
എന്റെ വചനം കേട്ടെന്ന് പറഞ്ഞാൽ യേശുവിലൂടെ സംസാരിച്ചത് ദൈവം. യേശു തന്നെ പറഞ്ഞു, പുത്രൻ സ്വതവേ ഒന്നും സംസാരിക്കുന്നില്ല, പറയുന്നില്ല. പുത്രൻ ചെന്ന് അനുസരിക്കുന്ന ഒരു ശരീരത്തിൽ ഇരുന്ന ആത്മാവ്, ആത്മാവാണ് സംസാരം. ആത്മാവ് ഒന്ന്, അത് ദൈവമാണ്. ആ ദൈവം എന്ന പരിശുദ്ധൻ മാത്രം, ദൈവം മാത്രം പരിശുദ്ധൻ എന്ന് പറഞ്ഞ പരിശുദ്ധനാണ് ഈ പരിശുദ്ധാത്മാവ്. കന്യക ഗർഭിണി, അത് പരിശുദ്ധാത്മാവിനാൽ. അതുകൊണ്ടല്ലേ പിതാവ് എന്ന് പറഞ്ഞത്. ലോകം പറയുന്നത് മൂന്നാമത്തെ. ഇവർക്ക് എവിടെ നിന്ന് നിത്യജീവനുണ്ട്? അപ്പൊ എന്റെ വചനം കേട്ട് എന്നെ അയച്ചവൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത്, അതാണ് അയച്ചെന്ന് ഉദ്ദേശിക്കുന്നത്. അവനെ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം. അവനാണ് ഈ സംസാരിക്കുന്നത്. അവനും ഈ രണ്ടൊന്നും വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ല. രക്ഷകനെന്ന യേശുവിനെ കർത്താവെന്ന്, ദൈവം എന്ന കർത്താവ് തന്നെയാണ് യേശു എന്ന കർത്താവ് എന്ന് വിശ്വസിക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. ആദ്യ സ്റ്റെപ്പ്. പിന്നീടാണ് സ്നാനം, അത് കഴിഞ്ഞിട്ട് പരിശുദ്ധാത്മാവ്, പിന്നെ മുദ്ര. ഓക്കെ, എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. അപ്പോ മനസ്സിലാക്കുക, ആദ്യം പറഞ്ഞ എന്താണ്? ദൈവത്തിന്റെ വചനം തന്നിരിക്കുന്നത് ആക്ഷരികമായാണ്. അത് വായിച്ചാൽ മരണം ഉറപ്പാണ്. അതിന്റെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ച് ആത്മീക വെളിപ്പാടിൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ആത്മാവിൽ ജീവൻ പ്രാപിക്കുകയും അവനാണ് ജീവപുസ്തകത്തിൽ പേര് മായ്ക്കാത്തവനും. പിന്നെയോ ഇവിടെ പറഞ്ഞത് എന്താ? എന്നെ അയച്ചവൻ വിശ്വസിക്കുന്നവൻ എന്ന് വെച്ചാൽ എന്റെ വചനം കേട്ട് കണ്ണടച്ചിക്കാം. ഈ യേശു എന്ന ശരീരത്തിനകത്തിരുന്ന് ഈ ലോകത്തുള്ള എല്ലാവരും പറയുന്നത് മുഴുവൻ ബൈബിളും ദൈവവചനം, ദൈവവചനം. എന്നിട്ട് അവരുടെ വിശ്വാസത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ പിശാച് തന്ത്രപൂർവ്വം മൂന്ന് വ്യക്തിയാക്കി തീർക്കുന്നു. ഇത് പത്രോസ് പറഞ്ഞതാണ്, ഇത് യേശു പറഞ്ഞതാണ്, അത് ദൈവം പറഞ്ഞതാണ്, പരിശുദ്ധാത്മ പറഞ്ഞതാണ്, യാക്കോബ്, യോഹന്നാൻ, പത്രോസ്, യാക്കോബ് ഒക്കെ പറഞ്ഞതാണ്. നോക്കൂ, ഇവിടെയാണ് പിശാചിന്റെ തന്ത്രം. മുഴുവനും ദൈവത്തിന്റെ വചനമാണ്. പത്രോസിലൂടെ സംസാരിച്ചത് ദൈവമാണ് എന്ന് കേൾക്കുന്നുവെങ്കിലേ ദൈവത്തിന്റെ ആടാവുള്ളൂ. എന്റെ ആടുകളെ എന്റെ ശബ്ദം കേൾക്കുള്ളൂ. കർത്താവിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കണമെങ്കിലും നിങ്ങൾ ദൈവശബ്ദം ഒന്ന് തിരിച്ചറിയുക തന്നെ വേണം. കാരണം കർത്താവെ, ജീവപുസ്തകത്തിൽ പേരുള്ളവരായി കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കർത്താവെ. ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി വിളമ്പി തന്ന ദൈവത്തിന്റെ വെളിപ്പാടിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. ലോകം മുഴുവനും മൂന്നൊന്ന് പഠിപ്പിക്കുന്നു: പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. പിതാവിന്റെ സ്നേഹമാകുന്നു കാൽവരിയിലെ യാഗം, ക്രൂശ് മരണം. അത് ഞാനും ആ ക്രൂശ് മരണം അടക്ക പുനരുദ്ധാനം എന്ന സ്നാനം ചെയ്യുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവുന്ന കൃപ എന്ന ദാനം. ആ പരിശുദ്ധാത്മ ലഭിച്ചിരിക്കുന്ന ദൈവസഭയുടെ കൂട്ടായ്മ എന്നൊക്കെയാണ് പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ. അതിനെ ആശീർവദിക്കുന്നതാണ്. ഇതിന് ലോകം തെറ്റായി പഠിപ്പിക്കുന്ന കർത്താവെ, നമ്മൾ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യേശു. ഇന്ന് ഞങ്ങൾ ട്രാക്ക് കൊണ്ടുപോകുന്നു. ആരെങ്കിലും ദൈവത്തിന്റെ ആടുണ്ടെങ്കിൽ കർത്താവെ അവിടെ ആത്മക്കണ്ണ് തുറന്നു കൊടുക്കണമേ. ലൈവായിട്ട് കാണുന്നവരുമുണ്ട് കർത്താവെ. ആരെങ്കിലും ദൈവത്തിന്റെ ആടുണ്ടെങ്കിൽ അവർക്ക് ബന്ധം, സ്വന്തം, ഈ ലോകത്തിന്റെ ജീവനം ഒന്നും വിലയുള്ളതായിരിക്കില്ല. യേശു പറഞ്ഞു, യോഹന്നാൻ 10 പറയുന്ന ഭാര്യയെ, ഭർത്താവിനെ, അമ്മയപ്പന്മാരെയും അമ്മയമ്മയും ഇവരെ തമ്മിൽ വേർപിരിക്കാനത്ര ഇവരുടെ ഇടയിൽ വാൾ, ദൈവ വചനം എന്ന വാൾ വെച്ച് ആ വെളിപ്പാട് തന്നിട്ട് ഇവരെ സ്നേഹബന്ധത്തിൽ നിന്ന് വേർപെടുത്തി ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുവാനാ കർത്താവ് വന്നത്. കാരണമുള്ള കർത്താവെ, ആ ദൈവിക വെളിപ്പാടുകളും ഉദ്ദേശങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് ഈ ദൈവവചനം തന്നിരിക്കുന്നത് കാലാകാലങ്ങളിൽ ജയിക്കുന്നതിനായിട്ട് തന്നിട്ടുണ്ട്, എന്നാൽ മരിക്കുന്നതിനായും പറഞ്ഞിട്ടുണ്ട് കർത്താവെ. അതിൽ നിന്ന് പരിശുദ്ധാത്മ നിയോഗത്താൽ ജയിക്കുന്ന വെളിപ്പാട് ഗ്രഹിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും നിർമ്മലതയോടും നേരോടും എളിമയുള്ളവരായി നിൽപ്പാൻ പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. കേട്ട വചനം പിന്നത്തേൽ കൊണ്ടൊന്ന് പരിശോധിക്കാനല്ല, കൊണ്ടൊന്ന് കളയുവാനല്ല, ഒരു പരിശോധന വരുന്ന സമയത്ത് അവിടെ വിജയിക്കുവാനും വിജയത്തിൽ നിലനിൽക്കുവാനും ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിൽ വരുവാനും പരിശുദ്ധാത്മാവെ നമ്മെ സഹായിക്കണമേ. കരുണയുള്ള കർത്താവെ, ഇതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവർക്ക് അങ്ങ് ആത്മീകമായി ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കരുണയുള്ള കർത്താവെ, നന്ദിയോടെ സ്തുതിക്കുന്നു യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഞാൻ ലൈവ് ഓഫ് ചെയ്യണം, അതിന്റെ കാര്യങ്ങൾ പറയാനുണ്ട്. പ്രാർത്ഥിക്കാം. ഇത് വരുന്നുണ്ട്. സഭയായിട്ട് മാത്രം അറിയാൻ ചില കാര്യങ്ങൾ.